Thank you, Father, Lord. Thank you, Jesus. We praise your holy name, Father. ഞങ്ങൾ ഒരുമിച്ച് നിന്റെ നാമത്തെ ഇന്ന് രാത്രികാലം വൈകുന്നേരം ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് ഉയർത്തുന്ന കർത്താവ്. Oh, we praise you, Lord. One to Yahweh, presennete vanchikiro, vallayal enne niraithe niyarulga seyum. Fill us with your power. Live inside of me. Welcome, Holy Spirit. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Thank you, Holy Spirit, your presence in this evening and this morning, Lord. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി നന്ദി കർത്താവ്. നന്ദി കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത ഓരോ ദൈവത്തിന്റെ കൃപകൾക്കായി, ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി നന്ദി കർത്താവേ. നന്ദി യേശുവേ, നന്ദി യേശുവേ. ഓ ശരബലബലബലഘടക ശംധരബലഘടക തിരുവിരിബലബലബലബലഘടക. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ഈ ദിവസം എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ ശക്തിയാലോ എൻ്റെ ബലത്താലോ ഒന്നുമല്ല ഞാനും എൻ്റെ കുടുംബം നിലനിൽക്കുന്നത്, മറിച്ച് ദൈവകൃപയാലാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ഞങ്ങൾ നശിച്ചു പോകാത്തത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ കരുണയത്രേ.
ഇന്ന് ഈ ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ കൂട്ടി വരുത്തിയതും നമ്മൾ ദൈവത്തിനെ ആരാധിക്കുന്നതൊക്കെ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നുമല്ല, മറിച്ച് ദൈവകൃപയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് വിശ്വസിക്കുന്നവർ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ആ നല്ലവനാകുന്ന യേശുവിനെ നന്ദിയോടെ നമ്മുടെ ജീവിതത്തെ മാറ്റിയ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ഒരു നാളും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ യേശു പ്രോമിസ് പറഞ്ഞിട്ട് പറയുക, മറ്റൊരു കാര്യസ്ഥൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിപ്പാൻ, നിങ്ങളോട് കൂടെ നടക്കുന്ന സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധയാത്മാവിനെ നമ്മൾക്ക് വേണ്ടി നൽകി നമ്മളെ ഓരോ ദിവസവും അത്ഭുതമായിട്ട് നമ്മളെ വഴി നടത്തുന്ന ആ നല്ലവനാകുന്ന യേശു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ താഴ്ന്നു പോയി അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോഴും അതിൽ നിന്ന് തൻ്റെ കരം വന്ന് നമ്മളെ ഉയർത്തിയ ആ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ അവർണ്ണയം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ദൈവത്തെ പാടുവാനും ദൈവത്തെ ഉയർത്തുവാനും ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. എത്ര പേര് ദൈവസന്നിധിയിൽ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു? നന്ദിയോടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്ന ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ആ നല്ലവനാകുന്ന യേശുവിനെ ഒരുമിച്ച് പാടി ഹല്ലേലൂയ. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവകൃപയാൽ, നിത്യവും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവകൃപയാൽ, നിത്യവും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാഹിക്കും പോലെ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ. ഓ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, തീരാത്തവൻ മകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ. ഓ ഞങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാൻ കഴിയാത്ത ഞങ്ങളുടെ വലിയ നന്മകൾക്കായി എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തി
ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തി നിന്നത് ദൈവകൃപയിൽ മാത്രം, ദൈവകൃപയാ നിർത്തിയിടും ദയയാ നിത്യദയാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ, വൈഷ്ണവ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തിയതാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ, വൈഷ്ണവ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തിയതാ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, തീരാത്ത വൻ കൃപകൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ, എണ്ണിയാൽ തീരാത്ത നന്മ, തീരാത്ത വൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, ഉയരത്തിൽ നിന്നു താൻ കൈ നീട്ടി പെരുവെള്ളത്തിൽ നിന്നെ വലിച്ചെടുത്തു. ഉയരത്തിൽ നിന്നു താൻ കൈ നീട്ടി പെരുവെള്ളത്തിൽ എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ കയ്യിൽ നിന്നും എൻ്റെ ആത്മാവിനെ അവൻ വിടുവിച്ചോ. ബലമുള്ള ശത്രുവിൻ കയ്യിൽ നിന്നും എൻ്റെ ആത്മാവിനെ അവൻ വിടു. ചന്ദ്രപിച്ച് ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്തുതിക്കും ഞാൻ, എന്ന് സ്തുതിക്കും ഞാൻ, സ്തുതിക്കു യോഗ്യനാമേശുവിനെ. സ്തുതിക്കും ഞാൻ, എന്നും സ്തുതിക്കും ഞാൻ, സ്തുതിക്കു യോഗ്യനാമേശുവിനെ. വല്ലവൻ എനിക്ക് വലിയവ ചെയ്തു, വാഴ്ത്തും നാമം നീ മരുവിൽ. വല്ലവൻ എനിക്ക് വലിയവ ചെയ്തു, വാഴ്ത്തും നാമം നീ. ചേർന്നിച്ച് ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എൻ്റെ കാൽകളെ കലമാൻ പേടയ്ക്കു തുല്യമാക്കി നടത്തുന്നവൻ, എൻ്റെ കാൽകളെ തുല്യമാക്കി നടത്തുന്നവൻ, എന്നെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്നു. രക്ഷയെന്ന പരിചയം നൽകിടുന്നു. എന്നെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്നു. രക്ഷയെന്ന പരിചയം നൽകിടുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
യേശു ജീവിക്കുന്നതിനാ ഒന്നിനെയും ഭയപ്പെടാതെ ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. ഓ, നീ വെള്ളത്തിൽ കൂടി കടന്നാലും നീ തീയിൽ കൂടി കടന്നാലും അതൊന്നും നിന്നെ ഭവിക്കാതെ വണ്ണം, അതൊന്നും നിന്നെ തൊടാതെ വണ്ണം സർവശക്തനാകുന്ന യഹോവയുടെ കരത്തിൽ എന്നെ പൊതിഞ്ഞിരിക്കുകയാണ്. ഓ രമലമനഗശതരലബലബ. We bless your holy name this night, Lord. Shabaladeregelante. Oh, Ramanashante Radharade. Hallelujah, 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 hallelujah. Ha, hallelujah. Jayam hallelujah. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. ശാരാധേ രമണം ശതരേ രാധേ രാധേ ശംതാരമനാരക ശംതരമനമനദേ രമണം ശംതാലാരേ രമണം ശംതരേ രഗനാധീരബലം ശകലം തോറിബല വീരബലം ശബലം തുരനാര അത്താലകരം തേരബല വീരബലം ശബലം തുരരേ ശബലം തേരഗനം ശബലം തൂരേ ബലബൗഡമനം സാലഗനാധീരബലം ശേ ആദാനഗരം ശബലം തുരബാലബലം ശകലാധാരാധാരീരബലം ശബലാര ആരബലമനഗടക തുരിബിരിബിരിബലമനഗടക ശബ്ദലബലബലഗടക ഓരബലബലഗടക ശാധലബലബലഗടക തുരിബിരിബലബലബല ഓരമനമനഗ ശബ്ദലബലബലമനഗടക തുരിബിരിബിരബല അവന്റെ സാന്നിധ്യത്തിനായി, അങ്ങയുടെ സാന്നിധ്യത്തിനായി ഇന്ന് രാത്രികാലം, ഈ പകൽക്കാലം, ഈ ദിവസ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ ആരാധിക്കുന്നു. യേശു ആകുന്ന രാജാതി രാജാവിനെ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഉയർത്തുന്ന കർത്താവേ. ഓ യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, സുന്ദർ വണങ്ങട്ടെ ഉന്നതനാമേശുവേ. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാമേശുവേ. നിൻ തിരുസന്നിധിയിൽ ഞാനിന്ന് കുമ്പിടുന്നു, നിൻ തിരുസന്നിധിയിൽ ഞാനിന്ന് കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല, നിന്ദയാൽ മാത്രം ഞാനിന്ന് കുമ്പിടുന്നു. എന്റെ പ്രവൃത്തിയാലല്ല, എൻ ക്രിയയാലല്ല, നിന്ദയാൽ മാത്രം ഞാനിന്ന് കുമ്പിടുന്നു. ചേർന്ന് സഭ. യേശു രാജാവിന് സ്തോത്രം, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ഉന്നതനാമേശു
യേശുവേ. യേശു രാജാവിനെ, യേശു രാജാവിന് രാജാവിന് സ്തോത്രമുന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാമേശുവേ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്നീതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്നീതനാമെന്നെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. അതുകൊണ്ട് യേശു രാജാവിന് രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാമേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ഉന്നതനാമേശുവേ. യേശു രാജാവിനെ, യേശു രാജാവിന് രാജാവിന് സ്തോത്രമുന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തും, ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാമേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ ഉന്നതനാമേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാ. യേശു രാജാവിനെ, യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, അനുഭവിച്ചവർ ഉന്നതനാ യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാമേശുവേ. എത്ര മധുരമാവൻ നാമമെനിക്കു പാർക്കാം. യേശുനാമം എത്ര മധുരമാവൻ നാമമെനിക്കു പാർക്കാം. ഓർത്തുവരും തോറുമേ ആർത്തി മാഞ്ഞു പോകുന്നേ. ഓർത്തുവരും തോറുമേ ആർത്തി മാഞ്ഞു പോകുന്നേ. യേശുവേ, യേശുവേ അടിസ്ഥാനം, ആശ്രയവനിലത്രേ. യേശു മാത്രമോ, യേശുവേ അടിസ്ഥാനം. ആശ്വാസത്തിൻ പൂർണ്ണതാകുന്നവൻ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനോ. ആശ്വാസത്തിൻ പൂർണ്ണത
യേശുവിൽ കണ്ടേ ഞാനോ. എത്ര മധുരമാ, എത്ര മധുരമാവേ നാമമെനിക്കു പാർത്താം. എത്ര മധുരമാവേ നാമമെനിക്കു പാർത്താം. അതോർത്തു വരും തോറുമേ ആർത്തി മാഞ്ഞു പോകുന്നേ. ഓർത്തോ വരും തോറുമേ ആർത്തി മാഞ്ഞു പോകുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നിന്നുപോയെന്നും അടയാളങ്ങൾക്കൊക്കെ ഇനി സ്ഥാനമുണ്ടോ, ഈ അവസ്ഥയിലൊക്കെ ഇനി എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ എനിക്ക് ഒന്നേ ഉള്ളൂ: എൻ്റെ യേശു ജീവിക്കുന്നു. പുനരുത്ഥാനവും ജീവനുമാകുന്നവൻ ആ യേശു, മഹത്വത്തിൽ വസിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ഒന്നിനും ഒരു കുറവ് വരാതെ വണ്ണം, ഞാൻ ഒന്നിനെയും ഭയപ്പെടാതെ വണ്ണം, എൻ്റെ മുൻപിൽ വരുന്ന ഏത് പ്രശ്നവുമായിക്കോട്ടെ, പ്രയാസങ്ങളുമായിക്കോട്ടെ, നോ 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 എന്നെ ഒന്നിനും തളർത്താതെ വണ്ണം ദൈവം എന്നെ അത്ഭുതമായി നടത്തും. ഇനി ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ യാചിക്കുന്നവനായി മാറാതെ, ചെങ്കടലിനോട് കൽപ്പിച്ചതുപോലെ, കൽപ്പിക്കുന്നത് പോലെ എൻ്റെ മുൻപിൽ വരുന്ന പ്രയാസങ്ങളെ കണ്ടുകൊണ്ട് യാചിക്കാതെ, ഇനി ഞാൻ കർത്താവ് ഇതൊന്നും മാറ്റി, നോ 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 നിന്റെ ഉള്ളിൽ വസിക്കുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിൽ, പരിശുദ്ധയാത്മാവിൻ്റെ നിറവിൽ നീ ചിലതിനെ നോക്കി കൽപ്പിക്കാൻ പോകുകയാ. നിന്റെ മുൻപിൽ നിൽക്കുന്ന എത്ര വലിയ എരിഹോ മതിലുമായിക്കോട്ടെ, നീ ആർപ്പിടുമ്പോൾ നിന്റെ മുൻപിൽ അത് തകർന്നു വീഴും. കാരണം നിന്റെ ഉള്ളിൽ വസിക്കുന്നവന്റെ, നിന്റെ ശക്തിയാലോ നിന്റെ ബലത്താലോ ഒന്നുമല്ല, മറിച്ചും നിന്റെ മേൽ വീണിരിക്കുന്ന അഭിഷേക തൈലത്തിന്റെ അഭിഷേകം നിമിത്തം ഇന്ന് രാത്രികാലം, ഈ ദിവസം, ഈ സമയത്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ അനുഭവിക്കുന്ന കാര്യ, ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ് ചില ആളുകളുടെ ശബ്ദങ്ങളിൽ ഇന്ന് രാത്രികാലം തൊടുന്നു. ശബ്ദങ്ങളിൽ നീ പലപ്പോഴും പറഞ്ഞിട്ട് I am an ordinary man, ഞാനൊരു സാധാരണ വ്യക്തിയാ, പക്ഷേ നിന്നെ അസാധാരണമാക്കി മാറ്റുന്ന ആത്മീയ ലോകം നിന്നെ തിരിച്ചറിയത്തക്ക രീതിയിലുള്ള ശബ്ദങ്ങളിൽ വലിയ മാറ്റങ്ങൾ പരിശുദ്ധയാത്മാവിന്റെ രാത്രികാലം
നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ചിലതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് വിശ്വസിക്കുന്നു, ഞാൻ അത് ഏറ്റെടുക്കുന്നു. ഇന്ന് രാത്രികാലം അത് നമ്മുടെ കഴിവല്ല, നീ പറയുന്ന വാക്കുകൾക്ക് അപ്പുറമായിട്ട് പരിശുദ്ധാത്മാവ്, ഓ റബലബലഗട, ഐ ക്യാൻ സീ എ വേർഡ് ഓവർടേക്കിംഗ്. ഓ റബലബലഗടക, അവൻ കാര്യങ്ങളെ ഏറ്റെടുക്കാൻ പോകുന്നു നിന്റെ മുൻപിൽ. ഓ ഗോഡ് ഈസ് ഗോണ ബി ഇൻ യുവർ പിക്ചർ. അവൻ നിന്റെ മുൻപിലോട്ട് വന്ന്, ഓ ഹി ഈസ് ഓവർടേക്കിംഗ്. ഓ റബലബലഗടക, നിന്റെ വേഗത വർദ്ധിപ്പിച്ച് റിബലബലഗടക ധിനാലഗടകടകലബ, ഏലിയാവിന്റെ വേഗത വർദ്ധിപ്പിച്ച്, ഓ റബലഗടക ധിനാറ ശബ്ദലബലഗടക, ഓ ആഹാബിന്റെ രഥത്തിന് മുൻപേ ഓടിയതുപോലെ, ഓ റബല ശബ്ദലബലഗടകദനബ. അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ ഇന്ന് രാത്രികാലം ഇത് പാടുമ്പോൾ, പറയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ, ഓ നിന്റെ മക്കളുടെ മേൽ ഇത് വന്നുകൊണ്ടിരിക്കുന്ന നന്ദി പിതാവ്. യെസ് ലോർഡ്. ഓ റബല മനറഗ ശബ്ദലബലഗ. യേ മാൻ ഓഫ് ഗോഡ്. നോ 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 നോ, നിന്നെ തളർത്തി കളയുവാൻ കഴിയത്തില്ല. കാരണം നിന്റെ ഉള്ളിൽ വസിക്കുന്ന, നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഈ അത്യന്ത ശക്തിയാൽ, ഓ റബലബല ശബ്ദലബലഗടകദനബ ശലബലദരേ ബലബലഗടക തിരിബിരി ബലബ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോശയെ പർവ്വതത്തിലോട്ട് ആകർഷിച്ച് കയറ്റിയതുപോലെ ഇന്ന് രാത്രികാലം നിന്നെ ഓടിച്ച് കയറ്റിയത് ഈ രാത്രികാലം, ഓ റബലബലഗടക ശബ്ദലബല, അവസാനിച്ചു എന്ന് പറഞ്ഞതിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ചിലതിനുള്ള തുടക്കങ്ങളായി മാറുക. ലാറഗന ശബ്ദുരവോ ഏറമലദേ. അവസാനമായി ചേർന്നൊരുമിച്ച് സഭ ഒരുമിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശലബനമനദര ഹല്ലേലൂയ, പ്രിയ പിതാവേ, ഇന്ന് ഈ സമയം കർത്താവേ, ഞങ്ങളായിരിക്കുന്നിടത്ത് രാത്രി വൈകുന്നേരമായി കർത്താവേ, ഞങ്ങളെ ഈ പ്രഭാതം മുഴുവനും അങ്ങ് ഞങ്ങളെ നടത്തിയ അങ്ങയുടെ വലിയ കൃപയ്ക്കായി നന്ദി കർത്താവേ. യേശുപ്പ, ഞങ്ങളുടെ കഴിവും ഞങ്ങളുടെ പ്രവൃത്തികൾക്കാൾ അപ്പുറമായിട്ട് കർത്താവാണ് ഞങ്ങളെ നടത്തിയത്. ഞങ്ങൾക്കത് ബോധ്യമുണ്ട്, ഞങ്ങൾക്കത് അറിയാം കർത്താവേ. We give you glory to the Lamb of God. ഞങ്ങളുടെ മഹത്വത്തിന് യോഗ്യനാകുന്ന അറക്കപ്പെട്ട കുഞ്ഞാടിന് ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് മഹത്വം നൽകുന്നു കർത്താവേ. അത്ഭുത മന്ത്രിയാകുന്ന യേശുവിന്,
ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ഞങ്ങളെ കൂട്ടി വരുത്തിയ അങ്ങയുടെ വലിയ കൃപയ്ക്കായി നന്ദി കർത്താവേ. മോശയെ പർവ്വതത്തിലോട്ട് ആകർഷിച്ച് കയറ്റിയതുപോലെ കർത്താവെ, ഞാൻ കാണുന്നു ഇതുപോലെ അങ്ങ് കൊണ്ടുവന്ന, അങ്ങ് ആകർഷിച്ച് കയറ്റിയ വ്യക്തികൾ ഇതിനകത്തുണ്ടല്ലോ കർത്താവെ. അസ്തമിച്ചു, അവസാനിച്ചു, തീർന്നു എന്ന് പറയുന്ന നിന്ന്, ഫുൾ സ്റ്റോപ്പിൽ നിന്ന് അടുത്ത കോമയിട്ട് അടുത്തൊരു അധ്യായത്തിലോട്ട് കയറ്റുന്ന ഒരു രാത്രികാലമായി മാറട്ടെ ഇന്ന് ഈ സൂം മീറ്റിംഗിൽ കർത്താവെ. വലിയ നിയോഗങ്ങളിൽ അയക്കപ്പെടുന്ന ഒരു മീറ്റിംഗ് ആയി മാറട്ടെ ഈ വൈകുന്നേരം നടക്കുന്ന മീറ്റിംഗ്. കർത്താവ് നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ മഹത്വം യേശുവിന് മാത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഇൻവിറ്റേഷൻ. നമ്മളെ സ്വീകരിച്ചതിന് നന്ദി. തുടർന്നുള്ള സമയങ്ങളിലൊക്കെ പക്ഷേ പിന്നെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് ടൈമിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ബ്രദറിനോട്ട് ദൈവത്തിനെ സ്തുതിക്കുകയാണ്. ബ്രദറിനെ നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഇനിയൊരു ദൈവവചനത്തിൽ നമ്മൾ കടക്കാൻ പോയാണ്. നിങ്ങൾക്ക് പരമാവധി കടന്നു വന്നിരിക്കുന്നവർക്ക് വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുമെങ്കിൽ, അത് നിർബന്ധമില്ല, കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്തിരിക്കാം. പിന്നെ ഏതെങ്കിലും ദേവദാസ് നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞ് അപ്പോൾ റെസ്പോണ്ട് ചെയ്യണം. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ആദ്യമായിട്ട് മീറ്റിംഗ് തുടങ്ങിയത്. ടോണി പാസ്റ്ററാണ് ശുശ്രൂഷിച്ചത്, നിങ്ങൾ കണ്ടു. ടോണി പാസ്റ്റർ ആദ്യം പേരെടുത്ത് ഒരാളുടെ പേര് പറഞ്ഞു, ലത എന്നത്. ആരും റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷെ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോ മെസ്സേജ് ചെയ്തു, എൻ്റെ പേര് ലത എന്നാണ്, എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവർക്ക് ആ ഒരു പ്രൊഫറ്റിക് വേർഡ് അപ്പം മിസ്സായി. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നവർ റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ ഭയത്തോടെ ഇരിക്കുക. ഞാനത് അൺമ്യൂട്ട് ചെയ്ത് തരും. ദൈവത്തിന്റെ വലിയൊരു പ്രസൻസ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിന്റെ പ്രസൻസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മൾ. ഇന്ന് ജീവിതത്തിൽ എല്ലാം അതുപോലെ ഒരു ശുശ്രൂഷകനാണ്. ദൈവത്തിന്റെ പ്രസൻസ് ഒക്കെ എപ്പോഴും ജീവിതത്തിൽ പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ് ഗോഡ് പ്രസൻസ്. ദാവീദിനെ കുറിച്ചൊക്കെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. ജീവിതനോട് അത് ചോദിച്ചപ്പോ തന്നെ ഇൻ ഹിസ് പ്രസൻസ് എന്നാണ് അതിന്റെ ടൈറ്റിൽ പോലും ഇടാൻ പറഞ്ഞത്. ചിലപ്പോ പ്രോഫിറ്റിക് എന്നൊക്കെ പറയാത്തോണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു 40-45-50 ഡിവൈസ് കയറി ഇന്ന് അത്രയില്ല. ദൈവത്തിന്റെ പ്രസൻസ് ആ ദൈവമക്കളെ ഏറ്റവും വലുത്. നമുക്ക് എത്ര അനോയിന്റിങ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സ്വർഗം ലഭിക്കണമെന്നില്ല. നിങ്ങൾക്ക് ദാവീദിന്റെ, സോളമന്റെ ജീവിതം നമുക്ക് പരിശോധിച്ച് നോക്കാം. ദാവീദ് അതുപോലെ ദൈവത്തിന്റെ പ്രസൻസ് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ സോളമനോ അവസാനം ഇതുപോലെ പല ശുശ്രൂഷകർ പോലും നമുക്ക് ഈ നാളുകളിൽ കാണാൻ കഴിയുന്നത് എത്ര വലിയ അനോയിന്റിങ്ങിൽ നിൽക്കുന്നവരും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എത്ര വലിയ ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ പോലും അതല്ല, അത് നമുക്ക് വേണം. ഈ നാളുകളിൽ ശുശ്രൂഷിക്കാൻ ഏറ്റവും അത്യാവശ്യമാണ് ഗിഫ്റ്റ്സ് ഓഫ് ഹോളി സ്പിരിറ്റ്. പക്ഷെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് ദൈവീയ പ്രസൻസ്. നമ്മൾ ആ പ്രസൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വിലയില്ല. നമുക്ക് അത്ഭുത അടയാളത്തിന്റെ പുറകെ മാത്രമല്ല നമ്മൾ പോകേണ്ടത്, അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. പക്ഷെ ദൈവിക പ്രസൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഈ മീറ്റിങ്ങിന് പിന്നാലെ എല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ മീറ്റിംഗ് മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഇതിനും ദൈവം എന്നോട് സംസാരിച്ച് ഇടപെട്ടു, മറ്റുള്ള ദൈവദാസന്മാരിലൂടെ ഇടപെട്ടു. ഞാനൊരു സ്വപ്നം കണ്ട, അത് ഞാൻ എങ്ങനെ, അത് മാർക്കോസ് 1:10 വായിക്കുന്ന പോലെ, യേശു വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. ഇത് ഞാൻ ഒരു സ്വപ്നമായിട്ട് കണ്ടു. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച പോലെയല്ല, പക്ഷെ ഞാൻ കടന്നുറങ്ങുമ്പോൾ സ്വപ്നമായിട്ട് ഇത് കണ്ടു. ഇത് ദൈവാത്മാവിനോട് സംസാരിച്ചു. ഈ മീറ്റിംഗിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികളും ഇതിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ മേൽ ഇതുപോലൊരു ആത്മപകർച്ച. അന്ത്യകാലത്ത് ദൈവത്തിന്റെ ജനത്തിന് മേൽ ദൈവം ഏറ്റവും കൂടുതൽ പകരാൻ പോകുന്ന ദൈവത്തിന്റെ ആത്മാവിനെ ആയിരിക്കും. ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാം നമ്മൾ അതിനു വേണ്ടി തയ്യാറായിരിക്കാൻ ഞാൻ അധികം കൂടുതൽ സമയം എടുക്കാതെ തന്നെ ജിബ്രയിലേക്ക് കൈമാറിയാണ്. വെൽക്കം ജിബ്ര, യു ക്യാൻ ടേക്ക് യുവർ ടൈം. ഐ വെൽക്കം യു. താങ്ക് യു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. Am I audible? എൻ്റെ ശബ്ദം കേൾക്കാമോ? യെസ്. ഓക്കെ. കർത്താവിന് മഹത്വം. നിങ്ങളോട് ഒരുമിച്ച് ഈ രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ
കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഉം. പ്രിയപ്പെട്ട എൻ്റെ ക്രിസ്തുവിൽ സഹോദരനായ ആൽബിൻ ബ്രദറിന് കർത്താവ് കൊടുത്ത ഈ കാഴ്ചപ്പാടിനായി, ശുശ്രൂഷയ്ക്കായിട്ട്, തൻ്റെ മേലുള്ള നിയോഗങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് ചുവടുകൾ മുന്നോട്ടെടുത്ത് വയ്ക്കുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. അത് വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം ഈ മീറ്റിങ്ങിലുള്ള ഓരോ പ്രിയപ്പെട്ടവരും അനുഭവിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കൂടുതൽ മുഖവരിയൊന്നും കൂടാതെ ഈ മീറ്റിങ്ങിനകത്ത് ഒരു വാക്യം നിങ്ങളെ വായിക്കുകയാണ്. ആ വാക്യം ഒരു പ്രൊഫറ്റിക് വേർഡാണ് ഇതിനകത്തുള്ള ഒത്തിരി പേരോടുള്ള. ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് പങ്കുവയ്ക്കുവാൻ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു പ്രൊഫറ്റിക് വേർഡ്, ഒരു വാക്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പ്രാർത്ഥനയോടായിരിക്കുക. ദൈവം ഇതിനകത്ത് പലരോടും സംസാരിക്കുകയും ഒരു വലിയ തുടക്കം നിങ്ങളിൽ പലർക്കും തരികയും ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ ഉറയ്ക്കുന്നു. പരിശുദ്ധാത്മാവിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആത്മാവ് ഇതിൽ നിന്ന് നിങ്ങളിൽ ചിലരോട് ഗൗരവമായിട്ട് സംസാരിക്കട്ടെ. ഇതിനകത്ത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ പെനിയേൽ എന്ന ആ വാക്ക്, പെനിയേൽ എന്ന വാക്ക്, ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി, ഇവിടെ രാത്രിയാണ് ഞാൻ ഇരിക്കുന്നിടത്ത്, നിങ്ങളുടെ ദേശത്ത് ഏത് സമയത്താണേലും ഈ വേർഡ് ഇതിൽ അനേകരുടെ മേൽ ഹോളി സ്പിരിറ്റ് റിലീസ് ചെയ്യുകയാണ്. പെനിയേൽ എന്ന ഒരു വാക്ക്. പെനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമുഖം എന്നാണ്. ഫേസ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിൻ്റെ മുഖം, ദൈവത്തിൻ്റെ മുഖം, പെനിയേൽ. അങ്ങനെ ഒരു അനുഭവം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഹോളി സ്പിരിറ്റ് റിലീസ് ചെയ്യുകയാണ്. 1-2 മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ലൂറാബാല ധമന റഗസ ധമന റവശരബരിയാധനമ റീബിലി ഖരാദാറ വക്ഷനാദറ പ്രഭാറ ഖാരാബറ സിദ്ധരബറ വശധാരബൽ ഖബാരഗസിയധന. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ഈ ഒരു വിശേഷപ്പെട്ട അളവ് ഇതിൽ പങ്കെടുക്കുന്ന അനേകർക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്. കർത്താവ് അത് അങ്ങയുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കണമേ. അതങ്ങയുടെ മക്കളുടെ മുമ്പിൽ കർത്താവ് വെളിപ്പെടുത്തണമേ, തുറക്കണമേ. അതേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. യാക്കോബ് അനുഗ്രഹത്തെ ഏശാവിൽ നിന്നും കടന്ന് പിടിച്ചെടുത്തവനാണ്. ഏശാവിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അനുഗ്രഹത്തെ പിടിച്ചെടുത്തവനാണ്. അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുമോ? പിടിച്ചെടുക്കാൻ പറ്റും. അത് അനുഗ്രഹത്തോട് ഉള്ള ഒരു ആവേശവും അനുഗ്രഹത്തിൻ്റെ ജ്യേഷ്ഠാവകാശത്തിൻ്റെ വാല്യൂ, അതിൻ്റെ മഹത്വം എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം ചിലരിൽ ഉണ്ടാകും. അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു സാധ്യതയില്ലെങ്കിലും, ഒന്ന് കൈവയ്ക്കാനുള്ള ഒരു ദൈവദാസൻ എൻ്റെ അടുക്കലില്ലെങ്കിലും, എന്നോടൊരു പ്രൊഫസി പറയാൻ ആരും എൻ്റെ അടുക്കലില്ലേലും, ഞാനായിരിക്കുന്ന ചുറ്റുപാടുകളിൽ എനിക്ക് വളരാനുള്ള ഒരു സാഹചര്യമില്ലേലും, ഒരുവൻ്റെ ഉള്ളിൽ അനുഗ്രഹത്തോടൊരാവേശം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സാധ്യതകളില്ലാത്തിടത്ത് അവന് പിടിച്ചു കയറുന്നതിന് വേണ്ടി ദൈവം എവിടെയെങ്കിലും ഒരു സാധ്യത ഒരുക്കി വയ്ക്കും. സ്തോത്രം. എവിടെയെങ്കിലും ഒരു സാധ്യത ഒരുക്കി വയ്ക്കും.
ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇതിനകത്ത് ചിലരുടെ മേൽ സാധ്യതകളില്ലെന്ന് നിങ്ങൾ പറയുന്നിടത്ത് ദൈവം നിങ്ങൾക്ക് പിടിച്ചു കയറുന്നതിന് വേണ്ടി ചിലതിനെയൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പിടിച്ചു കയറി വരാൻ സാധ്യതയുള്ള ചിലതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് മുകളിലോട്ട് കയറി വരുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യത ദൈവം ഇതിനകത്ത് ചിലർക്ക് വേണ്ടി തുറക്കുന്നു എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഈ 11-ാം മണി നേരത്ത് വിളിക്കപ്പെട്ട ശുശ്രൂഷകന്മാരെ പോലെ ശുശ്രൂഷയും കർത്താവിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് യാതൊരു സാധ്യതയും ഇല്ലാത്ത ചിലരെ അവസാനത്തെ നിമിഷത്തിൽ, അവസാനത്തെ ലാപ്പിൽ വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത് പോലെ ഉള്ള ചില അനുഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നു. ചിലരുടെ മുകളിൽ ഒരു എണ്ണ പകരപ്പെടാനായിട്ടുള്ള സമയം വന്നിരിക്കുന്നു. ആൽബിൻ ബ്രദറെ, ഈ ഐവിൻ എന്ന് പറയുന്ന ആള് ആൽബിൻ ബ്രദറിന്റെ ബ്രദറാണോ? ഐവിൻ? അതെ അതെ. ഞാൻ ഈ പറയുന്ന ദൂതുമായി ബന്ധപ്പെട്ട് അവന്റെ മേൽ നിന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഐവിൻ കേട്ടുകൊള്ളുക. നിന്നെ ഈ ദിവസങ്ങളിൽ ചില ഇടങ്ങളിൽ കാണപ്പെടണം. ദൈവം അന്വേഷിച്ചിറങ്ങുന്ന ചില ഇടങ്ങളിൽ നിന്ന് നീ മാറിപ്പോകരുതെന്ന് പറയുവാൻ കർത്താവിനോട് പറയുന്നു. നിന്നെ ചില ഇടങ്ങളിൽ കാണപ്പെടണം. ദൈവം വളരെ എമർജൻസി ആയിട്ട് ഒരു 11th അവറിൽ 11-ാം മണി നേരത്ത് ചിലരെ പൊക്കിയെടുക്കുന്നതിന് വേണ്ടി, ഒരു പ്രതീക്ഷയുമില്ലാതെ ചിലരെ പൊക്കിയെടുക്കുന്നതിന് വേണ്ടി, അനുഗ്രഹത്തോട് ആവേശമുള്ള ചിലരെ, ദൈവകൃപയോട് ആവേശമുള്ള ചിലരെ, ദൈവ വിളിയോട് ആവേശമുള്ള ചിലരെ പൊക്കിയെടുക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ അടുക്കൽ വരുന്ന ഒരു സമയത്തേക്ക് പരിശുദ്ധാത്മാവ് കാര്യങ്ങളെ ക്രമീകരിക്കുന്നുവെന്നും, പ്രതീക്ഷകളില്ലാതെ ദൈവം നിന്നെ സംസാരിക്കാൻ അറിയാത്ത ഇടത്ത് നീ സംസാരിക്കുമെന്നും, പറയാൻ അറിയാത്ത ഇടത്ത് നീ പറയുമെന്നും, പ്രവർത്തിക്കാൻ അറിയാത്തത്, ഇതുവരെ ചെയ്യാത്തത് നീ പ്രവർത്തിക്കുമെന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലർക്കും ഏറെ വർഷങ്ങൾ കൊണ്ട് കിട്ടാത്ത പ്രതിഫലം നിന്റെ കരങ്ങളിലേക്ക് വലിയ പ്രൊമോഷനോടുകൂടെ കിട്ടുമെന്നൊക്കെ പരിശുദ്ധാത്മാവ് പറയുവാനായിട്ട് ആവശ്യപ്പെടുന്നു. ഒരു പ്രധാനപ്പെട്ട സീസണിന്റെ മുമ്പിൽ ദൈവം നിന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം നിർത്തുന്ന ഇടത്ത് ഗൗരവമായിട്ട് നീ കാണപ്പെടട്ടെ. ഒരു ഹോരേബിന്റെ അനുഭവം പോലെയുള്ള അനുഭവം നിന്റെ മുമ്പിൽ വെളിപ്പെടുവാൻ സമയമാകുന്നു. കർത്താവിന് ഞാൻ മഹത്വം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ജോയേൽ എന്നൊരു പേര് കർത്താവ് എന്നെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ജോയേൽ എന്ന ഒരു പേരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. നിന്റെ മേൽ ഒരു പെനിയേൽ വരാനുള്ള സമയമാകുന്നു. അങ്ങനെ പേരുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീടിനകത്ത് വലിയ വർഷിപ്പുകൾ ഉയരാൻ സമയമാകുന്നു എന്ന് കർത്താവിനോട് പറയുന്നു. പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ വലിയ ആരാധനകൾ ആ പേരുമായി ബന്ധപ്പെട്ട വീട്ടിൽ ഉയരുവാൻ സമയമാകുന്നുവെന്ന്. ആ വീട്ടിൽ ആമേൻ വായടപ്പിക്കുവാൻ, വാക്കുകൾ ഇല്ലാതാക്കി കളയുവാൻ പിശാച് പ്രവർത്തിക്കുന്ന പ്രവർത്തികളെ ഹോളി സ്പിരിറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് പരിശുദ്ധാത്മാവ് ആമേൻ ആ കുടുംബത്തിനകത്ത്, ആ പേരുമായി ബന്ധപ്പെട്ട കുടുംബത്തിനകത്ത് ഹോളി സ്പിരിറ്റ് ഒരു വലിയ വാതിൽ, ആമേൻ, ആരാധനയുടെ ഒരു വാതിൽ തുറക്കുന്നതായിട്ട് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. ഓക്കെ, ഉണ്ടെങ്കിൽ പിന്നത്തേതിൽ പറഞ്ഞാൽ മതി. ഇഫ് യു ആർ ഹിയർ, യെസ്. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ഈ ജേക്കബിന് അനുഗ്രഹത്തോട് ഭയങ്കര ആവേശമായിരുന്നു. ഒരു ജ്യേഷ്ഠാവകാശം ഒരു ഭവനത്തിൽ ഒരു മകന്റെ മേൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പിതാവിൻ്റെ സ്വത്തിൻ്റെ ഇരട്ടി പങ്ക് അവൻ്റെ മേൽ കിട്ടും. അവന് പിതാവിൻ്റെ കരത്തിൽ നിന്നൊരു പ്രത്യേക അനുഗ്രഹം അവൻ്റെ മേലുണ്ട്. പിതാവിന് ശേഷം ആ വീടിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഹെഡായി വരുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത് ജ്യേഷ്ഠാവകാശം ലഭിക്കുന്ന മകനാണ്. പിതാവിന് ശേഷം ആ വീട് അറിയപ്പെടുന്നത് ജ്യേഷ്ഠാവകാശം ലഭിക്കുന്ന മകൻ്റെ പേരിലാണ്.
അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമെന്ന് വിളിക്കപ്പെടുന്നിടത്ത് അടുത്തത് വരുന്നത് യേശാവിൻ്റെ ദൈവം എന്നാണ്. കാരണം യേശാവാണ് അവിടുത്തെ ജ്യേഷ്ഠാവകാശമുള്ളയാൾ. അപ്പോൾ വലിയ പാട്രിയാർക്കൽ പേരുകൾക്കകത്തേക്ക് നിന്റെ പേര് കയറാനുള്ള സാധ്യതയെല്ലാം യേശാവിന് വന്ന് നിൽക്കുകയാണ്. പക്ഷേ ആ യേശാവിന് ആ സാധ്യതകൾ വന്ന് നിൽക്കുന്ന ഇടത്ത് ഇതിൻ്റെ ഗൗരവം യേശാവിന് മനസ്സിലാകാതെ, യേശാവിന് പറ്റുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കോംപ്ലാസൻസി എന്ന് പറയും, അലംഭാവം. നമ്മളിൽ പലർക്കും ഉള്ള ഒരു ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അലംഭാവം. ഇത് താനേ എൻ്റെ മേലങ്ങ് വന്നോളും, ഈ അഭിഷേകം എൻ്റെ മേൽ വന്നോളും, ഈ വിളി എൻ്റെ മേൽ വന്നോളും, ഈ നിയോഗം എൻ്റെ മേൽ വന്നോളും എന്നൊക്കെയുള്ള ഒരു താനേ ഇത് വന്ന് ചേർന്നോളും എന്നുള്ള ഒരു ചിന്ത പലർക്കും ഉണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് താനേ വന്നു ചേരുന്നതല്ല. ഇത് ആവേശത്തോടെ ചിലര് കാത്തിരുന്നാൽ ആമേൻ അവരുടെ മേൽ ഇത് വെളിപ്പെട്ട് വരാൻ ഇടയാകും. ഇവിടെ ഇതാ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് യാക്കോബ്. യേശാവിന് ഇത് താനേ വന്ന് ചേരുമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ യാക്കോബിന് ഇത് വരാൻ ഒരു സാധ്യതയില്ലെങ്കിലും അവൻ സാധ്യത നോക്കിയിരിക്കുകയാണ്. എവിടെയെങ്കിലും ഇത് എൻ്റെ മേൽ വെളിപ്പെടുമോ എന്ന്, എവിടെയെങ്കിലും ഇത് എൻ്റെ മേൽ വെളിപ്പെടുമോ എന്നിവൻ നോക്കിയിരിക്കുകയാണ്. ഓ ജീസസ് ജീസസ് ജീസസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ അവനൊരു സാധ്യത തുറന്നു വരുന്നത്. ആ സാധ്യത അവൻ പ്രയോജനപ്പെടുത്തി. അവൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ഈ അനുഗ്രഹം, ജ്യേഷ്ഠാവകാശം ഇതെൻ്റെ മേൽ ഉണ്ടെങ്കിൽ എനിക്കിത് തരണം എന്നുള്ളത് അവൻ യേശാവിനോട് ആവശ്യപ്പെടുന്നു. യേശാവിന് ഇതിൻ്റെ വാല്യൂ അറിയത്തില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നു. ആമേൻ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യേശാവിൻ്റെയും ദൈവം എന്ന് പറയപ്പെടേണ്ടടുത്ത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന പേര് അവൻ്റെ പേരിൽ വന്നിട്ട് ഈ ചിലതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇവൻ പിക്ചറിനകത്തോട്ട് കയറുകയാണ്. ഇതാണ് യാക്കോബിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. യാക്കോബിൻ്റെ ഒരു തുടക്കം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ ഇപ്പോൾ വീഡിയോ ഓണാക്കി വെച്ചിട്ടുള്ള റോബിൻ ബ്രദർ മാൾട്ട, റോബിൻ അല്ലെ വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ട്. റോബിനോട് പറയുവാൻ ഞാനിവിടെ ഇരുന്നപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞത് ഞാനിവിടെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? നിന്റെ മോളിൽ ഒരു ഉൽപ്പത്തി 28 ബഥേൽ അനുഭവം കർത്താവ് തുറക്കുകയാണ്. നിന്റെ മോളിൽ നിന്റെ വീട്, നിന്റെ വാഹനം, നീ താമസിക്കുന്നിടത്തൊക്കെ ഒരു പോർട്ടൽ ദൈവം തുറക്കുന്നു. നീ വ്യത്യസ്തതകൾ ആഗ്രഹിക്കുന്നവനാകണം. നിന്റെ ചുറ്റുപാടും ഉള്ള പലരും സാധാരണ നിലയിൽ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. സാധാരണയ്ക്ക് അപ്പുറത്തോട്ട് വലിയ പാഷനൊന്നും നിന്റെ ചുറ്റുപാടിലും പലർക്കും ഇല്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അങ്ങ് നടന്നു പോയാൽ മതി, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആത്മീക ജീവിതം മതി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ നിന്നെ കർത്താവ് ദൈവത്തോട് ചില അസാധാരണ ചോദ്യങ്ങൾ ചോദിക്കാൻ കെൽപ്പുള്ളവനായി കാണുന്നു. ആമേൻ. മുഴുവൻ ഇസ്രായേലും ആമേൻ മിദ്യാൻ വന്ന് ഞെരുക്കുമ്പോൾ എന്നാ പിന്നെ ഒളിച്ചിരുന്ന് ഉള്ളതൊക്കെ മെതിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചു പോകാം, ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടി രക്ഷപ്പെട്ടു പോകാം എന്നുള്ള കാഴ്ചപ്പാടാണ് അവിടെ മുഴുവൻ ഇസ്രായേലിനും. പക്ഷെ അതിൻ്റെ നടുവിൽ ഒരു ഗിദെയോൻ മാത്രം വ്യത്യസ്തനായി നിന്നുകൊണ്ട് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എവിടെ നിന്റെ അത്ഭുതങ്ങൾ, എവിടെ നിന്റെ അടയാളങ്ങൾ, എവിടെ നിന്റെ വീര്യപ്രവൃത്തികൾ? നിന്നെ ഈ തലമുറയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടി ഹോളി സ്പിരിറ്റ് കാണുന്നു എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. നിന്റെ സറൗണ്ടിങ്സുമായി ബന്ധപ്പെട്ടുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ് താങ്കൾ എന്ന് പറയുവാൻ കർത്താവിനോട് പറയുന്നു. ലോറ പശറ്ററ, അത് ദൈവം ഈ ദിവസങ്ങളിൽ തെളിയിക്കും. നീ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ പ്രതീക്ഷ നിന്നിലുണ്ട് എന്നുള്ളത് ദൈവം ഇനി വരുന്ന ദിവസങ്ങളിൽ തെളിയിക്കാൻ പോവുകയാണ്. നീ അതുപോലെ ചില ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു, അതുപോലെ ചില ആവേശത്തോടെ കർത്താവെ നീ ഇവിടെ വിസിറ്റ് ചെയ്യത്തില്ലേ, കർത്താവെ നീ ഉപയോഗിക്കത്തില്ലേ, ഈ സാധാരണ നിലയിലുള്ള ആത്മീക ജീവിതത്തിന് അപ്പുറത്തേക്കൊരു റിവൈവൽ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിന്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരണം. അത് ചില ദൂതന്മാരത് കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം അതിന് ഉത്തരം തരുവാൻ സമയമാകുന്നു എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ലോറാബ ഷഖറ, നീ വലിയ മാറ്റങ്ങൾ കാണുമെന്ന് കർത്താവിനോട് പറയുന്നു. വലിയ മാറ്റങ്ങൾ, നീ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കുവാൻ പോകുന്നതുമായ കാര്യങ്ങൾ ദൈവം വലിയ മാറ്റങ്ങളായി നിന്റെ ചുറ്റും ചെയ്തു തരുവാൻ വിശ്വസ്തനാണ്. കർത്താവ് അത് ചെയ്യും. സ്തോത്രം, കർത്താവിന് മഹത്വം. അപ്പോൾ യാക്കോബിന്റെ തുടക്കം അങ്ങനെയായിരുന്നു. പിന്നെ നോക്കിയാൽ യാക്കോബ് അവിടുന്ന് ഓടി പോകേണ്ടി വരികയാണ്.
20 വർഷത്തോളം ലാബാന്റെ വീട്ടിൽ താമസിച്ചു. ഈ ചരിത്രം പറയലൊന്നുമല്ല എൻ്റെ ഇന്നത്തെ ദൗത്യം. ആ, എങ്കിലും അവിടെ 20 വർഷം താമസിച്ചപ്പോഴേക്കും അവൻ ഒത്തിരി ബ്ലസ്ഡ് ആയി. ഒത്തിരി കാര്യങ്ങൾ അവൻ്റെ കൂടെ വന്നു. അവന് 2 ഭാര്യമാരായി, 2 ദാസിമാരായി, കുഞ്ഞുങ്ങൾ 10-11 പേരായി, അവന് കുറേ ആടുമാടുകളായി, എല്ലാമായിട്ട് തിരിച്ചു വരികയാണ്. അവൻ തിരിച്ചു വരേണ്ടതായിട്ട് വന്നു. അവൻ്റെ സ്വന്തം ദേശത്തേക്ക് അവൻ തിരിച്ചു വരേണ്ടതായിട്ട് വന്നു. സ്വന്തം ദേശത്തേക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വന്ന് ഉൽപ്പത്തി പുസ്തകം 32 വരുമ്പോൾ അവൻ ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ്. ഇത് ഇത് ഈ അനുഭവത്തിലൂടെ പോകുന്ന ചിലര് ഇതിനകത്തുണ്ട്. ഉൽപ്പത്തി 32 അനുഭവത്തിലൂടെ പോകുന്ന ചിലർ ഇതിനകത്തുണ്ട്. ആമേൻ. ഇതുവരെയുള്ള നേട്ടങ്ങളെല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒത്തിരി നേടാൻ വേണ്ടിയാണ് പോയത്. ഒത്തിരി നേടി, പലതും നേടി. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവനൊരു വാർത്ത കേൾക്കുകയാണ്. അവൻ കേൾക്കുന്ന വാർത്ത, നിന്റെ സഹോദരനായ ഏശാവ് 400 പേരുമായി നിനക്കെതിരെ വരുന്നു. അത് സത്യത്തിൽ പലരും ചിന്തിക്കുന്നത് അത് അവിടെ വന്നു കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത് അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെയാണ്. പക്ഷെ സത്യത്തിൽ ഏശാവ് വരുന്നത് അവനെ കെട്ടിപ്പിടിച്ച് കരയാനൊന്നുമല്ല. ഏശാവ് അവിടുന്ന് പുറപ്പെടുന്നത്, ആ വാർത്ത കൊണ്ടുവരുന്നവർ ഭയപ്പെടുത്തുന്ന വാർത്തയാണ് കൊണ്ടുവരുന്നത്. കാരണം ഇവനെ കെട്ടിപ്പിടിച്ച് കരയാനാണെങ്കിൽ ഏശാവും ഏശാവിൻ്റെ ഭാര്യമാരോ മക്കളോ മാത്രം മതി. 400 പേരെന്ന് പറഞ്ഞ ഒരു ആർമിയാണ്. ഒരു ആർമി നിനക്കെതിരെ വരികയാണ്. ഒരു ആർമി നിനക്കെതിരെ വന്ന് നിന്റെ ഇതുവരെ ഉണ്ടായിരുന്നതും നേടിയതും ഒക്കെ വലിയ പ്രതീക്ഷയോടെയാണ് നീ ആ സ്ഥലത്ത് പോയത്. അവിടുന്ന് മടങ്ങി വരുന്നത് എന്തൊക്കെയോ നേടിയെന്ന് നീ പറയുന്നുണ്ട്. ശരിയാണ്, ഒത്തിരി കാര്യങ്ങൾ നിന്റെ കയ്യിലുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ യാബോക്ക് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ തീരത്തെത്തി നിൽക്കുന്ന ഒരു അനുഭവത്തിൽ നിന്നിൽ സത്യസന്ധമായി നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലൂടെ ഒരു ചോദ്യം ചോദിച്ചാൽ, നിനക്കിപ്പോ എന്താണ് സംഭവിച്ചത് മോനെ യാക്കോബ് എന്ന് ചോദിച്ചാൽ അവൻ പറയും, ഇപ്പോൾ ഞാൻ തനിച്ചായതുപോലെ തോന്നുന്നു. എൻ്റെ കൂട്ടത്തിലുള്ള മുഴുവൻ സ്വത്തും പകുതി പകുതിയായി 2 കൂട്ടമായി വിഭാഗിച്ചു. ഒരു പകുതി അപ്പുറത്തും ഒരു പകുതി ഇപ്പുറത്തുമായിട്ട് അവൻ ഇതുവരെ ഉണ്ടായിരുന്നത് നേടിയത് നേർ പകുതിയായതുപോലെ തോന്നുന്നു. ഹല്ലേലൂയ. ഈ വാക്ക് ചിലരൊന്ന് ശ്രദ്ധിച്ചോണം. ഈ വാക്കുമായി ബന്ധമുള്ള പലരും ഇതിനകത്തുണ്ട്. നിങ്ങൾ നേടിയ അഭിഷേകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പകുതി ഭാഗം ചോർന്നു പോയതുപോലെ തോന്നുന്ന ചിലർ ഇതിനകത്തുണ്ട്. നിങ്ങളുടെ നിയോഗത്തിൻ്റെ ഒരു പകുതിയോളം ചോർന്നു പോയോ എന്ന് സംശയിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. മുഴുവൻ പോയിട്ടില്ല, ഇപ്പോഴും ആവേശമുണ്ട്, കർത്താവിനോടുള്ള സ്നേഹമുണ്ട്. ആമേൻ. നിന്റെ ചില തീരുമാനങ്ങൾ, നിന്റെ ചില പ്രാർത്ഥനകൾ, നിന്റെ ചില കാൽവയ്പ്പുകൾ, ആമേൻ, അതൊക്കെ മനുഷ്യരുടെ മുമ്പിൽ വലിയ മഹത്വമാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നീ ഹൃദയത്തിനകത്ത് ചിന്തിക്കുന്നുണ്ട്, എവിടെയോ ഞാൻ പകുതിയായി പോയോ, എവിടെയോ ഞാൻ ചുരുങ്ങിപ്പോയോ, എൻ്റെ മേലുള്ള വിളി ഒരു പകുതിയായി ചുരുങ്ങിയിട്ടുണ്ടോ, എൻ്റെ മേലുള്ള ബ്ലെസ്സിങ്ങുകൾ, എൻ്റെ മേലുള്ള നിയോഗങ്ങൾ, എൻ്റെ മേലുള്ള ശുശ്രൂഷകൾ, എൻ്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ എവിടെയോ ഒരു ഹാഫായിട്ട് ചുരുങ്ങിപ്പോയിട്ടുണ്ടോ എന്ന്. പക്ഷെ ആരോടും പറയാനൊക്കത്തില്ല. മനുഷ്യർ കളിയാക്കും, പരിഹസിക്കും. അങ്ങനെ ആ അനുഭവം വന്നു കഴിയുമ്പോൾ ശരിക്കും വിളിക്കപ്പെട്ടവനെ സംബന്ധിച്ച് ഒരു 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 എല്ലാം കയ്യിലുണ്ടെങ്കിലും, യാക്കോബേ നിനക്കുണ്ടോ? നിനക്ക് എല്ലാം ഉണ്ട്. നിനക്ക് ആടുമാട് അന്നത്തെ പൈസ അല്ലെങ്കിൽ സമ്പത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഇതൊക്കെ വെച്ചുകൊണ്ടാണ്. എന്താണ്? ആടുമാടുകളുടെ ഇതൊക്കെ വെച്ചോ, അതെല്ലാം ഉണ്ട്. നിനക്ക് ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, നിനക്ക് പുറമേ നിന്ന് നോക്കിയാൽ എല്ലാം ഉണ്ട്. പക്ഷെ നിനക്കറിയാം, നീ ഇപ്പോൾ നിന്റെ ലൈഫിൻ്റെ ഇതുവരെ നേടിയത് ചോർന്നു പോകുന്ന ഒരു ക്രൂഷ്യൽ സന്ദർഭത്തിൽ വന്ന് നിൽക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടും വിളിയും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടും നീ പകുതിയായി പോയി എന്ന് ചിന്തിക്കുന്ന ചിലർ ഇതിനകത്തുണ്ടെന്ന് പറയുവാൻ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു. വലിയ ആഗ്രഹമായിരുന്നു, വലിയ വാഞ്ചിയായിരുന്നു, വലിയ പ്രതീക്ഷയായിരുന്നു, എന്തൊക്കെയോ എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഞാൻ യാത്ര പുറപ്പെട്ടത്. പക്ഷേ അവിടെ നിന്നൊക്കെ വെട്ടിപ്പിടിച്ചിട്ട് തിരിച്ചിവിടെ വന്ന് ഈ ദേശത്തേക്ക് വീണ്ടും കയറാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ ഭൗതികമായതെല്ലാം എനിക്കുണ്ട്. പക്ഷെ എൻ്റെ മേലുള്ള നിയോഗവും, എൻ്റെ മേലുള്ള വിളിയും, എൻ്റെ മേലുള്ള ശുശ്രൂഷയും, എൻ്റെ മേൽ ദൈവത്തിൽ നിന്ന് പകരപ്പെട്ടതിൻ്റെ ഒക്കെ ആമേൻ എന്തൊക്കെയോ കുറഞ്ഞു പോയതുപോലെ, പകുതിയായതുപോലെ എനിക്ക് തോന്നുകയാണ്. ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് ഇതിനകത്ത് നിങ്ങളോട് പറയുകയാണ്, പകുതി വഴിയിൽ തീർക്കുവാൻ ശ്രമിക്കുന്നത് ശത്രുവാണ്.
ഇത് ശത്രു പലരുടെയും ജീവിതത്തിൽ ശ്രമിക്കുന്നതാണ്. ഹാഫ് വേയിൽ തീർക്കുക. അത് ഒരുത്തനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ കൊല്ലുക, മരിക്കുക, ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. നിന്റെ സ്പിരിച്വൽ ലൈഫ് ഹാഫ് വേയിൽ തീർക്കുക. നിന്റെ മേലുള്ള അസാധാരണ വാഗ്ദത്തങ്ങളെ, തീ പിടിച്ചു നിന്ന വാഗ്ദത്തങ്ങളെ ഹാഫിൽ കട്ട് ചെയ്തിട്ട് പിന്നെ കൂട്ടത്തിനൊത്ത് ഒഴുകി പോകുന്ന ഒരു സാധാരണ ജീവിതത്തിന്റെ അവകാശിയാക്കി നിന്നെ മാറ്റുക എന്നുള്ളത് പിശാചിന്റെ കടമയാണ്. എല്ലാം ഉണ്ട്, നാട്ടുകാർ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. പക്ഷെ നിനക്കറിയാം നീ ഹാഫായി പോയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അങ്ങ് ഒഴുകി പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കൂട്ടം രണ്ടായി പിരിഞ്ഞിരിക്കുന്നു. ഞാൻ ഇവിടെ തനിച്ചായിരിക്കുന്നത് പോലെയുള്ള അനുഭവം. സ്തോത്രം. ഇങ്ങനെ അനുഭവത്തിൽ അനേകരെ പിന്നെ ഒന്നുമില്ലാത്തൊരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ പിശാച് ശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് എന്നോട് ഇതിനകത്ത് പറയുന്നു, ഇതിനകത്ത് അങ്ങനെ പകുതിയായി പോയി എന്ന് തോന്നുന്നുള്ള ബിസിനസ്സിൽ ഞാൻ പകുതിയായി പോയി, സമ്പത്തിൽ പകുതിയായി പോയി, ശുശ്രൂഷയിൽ പകുതിയായി പോയി, വിളിയിൽ പകുതിയായി പോയി, എൻ്റെ വീട്ടിൽ വരുന്ന ദൈവസാന്നിധ്യത്തിൽ ഞാൻ പകുതിയായി പോയി, എൻ്റെ മേൽ വ്യാപരിക്കുന്ന കൃപയിൽ ഞാൻ പകുതിയായി പോയി. പണ്ട് ഞാൻ കണ്ടിരുന്ന വെളിപ്പാട്, അനേകർക്ക് ഞാൻ ബ്ലെസ്സിങ് ആയിരുന്നത്, ആമേൻ, എൻ്റെ മേൽ ഉണ്ടായിരുന്ന വാഗ്ദത്തങ്ങൾ, ഞാൻ ചെയ്തിരുന്ന ശുശ്രൂഷകൾ, ഇതൊക്കെ വെച്ച് ഞാൻ ഇപ്പോൾ 50% ആയി തീർന്നിരിക്കുകയാണ്. ഇതിനകത്ത് 23 എന്ന ഡേറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജന്മദിനമോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെയുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ അതും പിന്നത്തെ ഇതിൽ എപ്പോഴെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. 23 എന്ന ഡേറ്റ് ആമേൻ ആയി ബന്ധപ്പെട്ട് സ്തോത്രം. നീ പകുതിയായി പോയി എന്ന് നീ ചിന്തിക്കുന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പകുതിയായ പലരെയും റേസ് ചെയ്യാൻ പോവുകയാണെന്ന് കർത്താവിനോട് പറഞ്ഞു. അതിനുവേണ്ടി ദൈവം കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ എൻകൗണ്ടറാണ് പെനിയൽ എൻകൗണ്ടർ. ആമേൻ. അതിവിടെ അനേകർക്ക് ആവശ്യമാണ്. ശ്രദ്ധിച്ചോണം. ഇതിൻ്റെ ഒരു അടയാളം പറയാം. ഇത് ചിലർക്ക് ഞാൻ ഈ അടയാളം പറയുമ്പോൾ മനസ്സിലാവും നിനക്കിത് ആവശ്യമാണെന്ന്. ചില രാത്രികളായിട്ട് ഒരു പ്രത്യേക സമയത്ത് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് എന്തിനാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ രാത്രി 2 മണിക്കായിരിക്കാം, ചിലപ്പോൾ ഒരു രാത്രി 1 മണിക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയമാകുമ്പോൾ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. നിനക്ക് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ തോന്നുന്നു. ആമേൻ. അത് അടുത്ത ദിവസം തുടരുന്നു. ഇതൊക്കെ ചില ലക്ഷണങ്ങളാണ് നിന്റെ മേലൊരു പെനിയേൽ എൻകൗണ്ടർ. ഇല്ലെങ്കിൽ ഒരു സീസണിൽ നിനക്ക് വലിയൊരു ഭാരം തോന്നുന്നു. എനിക്ക് ദൈവമുഖം അന്വേഷിച്ച് ഉപവസിക്കണം, ഈ ദിവസങ്ങൾ ഇത് വിട്ടുപോകരുത്, ഈ ദിവസങ്ങൾ എനിക്ക് ചില ദിവസങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഇരിക്കണം, എനിക്ക് മുഴങ്കാലുകൾ മടക്കണം. ഹല്ലേലൂയ. ഭയങ്കര അടങ്ങാത്ത പാഷൻ. നീ വേണ്ടെന്ന് ചിന്തിച്ചാലും ഈ ദൈവം തള്ളി നിന്നെ കൊണ്ടുപോകുന്നത് പോലെയുള്ള അനുഭവങ്ങൾ. വേണ്ടെന്ന് ചിന്തിച്ചാലും ഇപ്പൊ അതിനുള്ള റൈറ്റ് ടൈം അല്ല, ഇപ്പൊ കിടന്നുറങ്ങേണ്ടുന്ന സമയമാണ് എന്ന് ചിന്തിച്ചാലും ആരോ കുലുക്കി എഴുന്നേൽപ്പിച്ചിട്ട് നിന്നെ ഇരുത്തുന്നത് പോലെയുള്ള അനുഭവങ്ങൾ നിനക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഹോളി സ്പിരിറ്റ് ഒരു പെനിയേൽ എൻകൗണ്ടർ ഇതിനകത്ത് ചിലർക്ക് തരികയാണ്. പെനിയേൽ എൻകൗണ്ടർ ഇതിനകത്ത് ഹോളി സ്പിരിറ്റ് ചിലർക്ക് തരികയാണെന്ന് പറയുവാൻ കർത്താവിനോട് പറയുന്നു. സൊറബാലാബ ഷറ്ററബ, ഈ വാക്ക് റിലീസ് ചെയ്യുവാനാണ് കർത്താവിനോട് പറയുന്നത്. ഇതിനകത്ത് ഈ എൻകൗണ്ടറുമായി ബന്ധപ്പെട്ട് കർത്താവ് ചിലരുടെ ഹാഫിൽ നിന്ന് നിന്നെ ഫുള്ളിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. റാബാല, ഒത്തിരി വർഷമായിട്ട് നീ കുറഞ്ഞു ഹാഫായി മാറി, പകുതിയായി മാറി. ഇപ്പോഴും ഉണ്ട്, കാര്യമൊക്കെ ഉണ്ട്, പക്ഷെ നീ കുറഞ്ഞുപോയി, ചുരുങ്ങിപ്പോയി, ഷ്രിങ്കായി പോയി എന്ന് നിനക്കറിയാം. പക്ഷെ അതിൽ നിന്ന് കർത്താവ് നിന്റെ ദൗത്യത്തിന്റെ ഫുൾനെസ്സിലോട്ട് കൊണ്ടുവരുന്ന സമയം വന്നിരിക്കുന്നു. അതിനുവേണ്ടി ഒരു എൻകൗണ്ടർ ഇതിനകത്ത് ചിലർക്ക് വേണ്ടി തുറക്കപ്പെടും. ഈ ശുശ്രൂഷയിലല്ല, ഈ ശുശ്രൂഷയിൽ അത് നടക്കട്ടെ, ഇനിയുള്ള ചില രാത്രികളിൽ അത് നടക്കും, ഇനിയുള്ള ചില പകലുകളിൽ അത് നടക്കും. ഇവിടെ ഈ ഏശാവ് 400 പേരുമായി ഇവനെ നശിപ്പിക്കാൻ ഏശാവ് തക്കം പാർത്തിരിക്കുകയാണ്. എൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടിക്കൊണ്ടുപോയവൻ, എൻ്റെ അനുഗ്രഹം അടിച്ചുകൊണ്ട് പോയവൻ, എന്നെ ചതിച്ചിട്ട് പോയവൻ, എന്നെ എല്ലാ നിലയിലും വഞ്ചിച്ചിട്ട് പോയവൻ, ഒരനുഗ്രഹം പോലും ബാക്കി വെക്കാതെ എനിക്കുള്ളതെല്ലാം വഞ്ചിച്ച് കബളിപ്പിച്ചിട്ട് പോയവൻ മടങ്ങി വരുന്നു. ദീർഘവർഷങ്ങളിലെ കാത്തിരിപ്പാണ്. 400 പേരുമായി വരികയാണ്. 400 പേരുമായി വരുമ്പോൾ ഇവിടെ ഇതാ ഒരു രാത്രിയിൽ യാക്കോബ് തനിച്ചാകുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ആ രാത്രിയിൽ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനുമായി മല്ലു പിടിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഈ ബൈബിളിൽ ഈ പുരുഷന്റെ കാര്യം, ഈ വ്യക്തി ഇവിടെ മാത്രമല്ല, ചിലരുടെ മുമ്പിൽ ഈ വ്യക്തി അവർ പകുതി വഴിക്ക് വെച്ച് തീർന്നു പോകുമെന്നുള്ള സാഹചര്യം വരുമ്പോൾ പിടിക്കത്തക്ക വണ്ണം ഈ വ്യക്തി ഇറങ്ങി വരാറുണ്ട്. അവര് വിചാരിച്ചാൽ, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ
പിടിക്കത്തക്കവണ്ണം ഈ വ്യക്തി പലരുടെയും മുമ്പിൽ ബൈബിളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ പെനിയേലിന്റെ അനുഭവത്തിൽ ഇറങ്ങി വരുന്ന ഏഞ്ചൽ, ആ ഏഞ്ചലിനെ കുറിച്ച് തിയോളജിയൻസിന്റെ ഒക്കെ അഭിപ്രായത്തിൽ അത് പഴയ നിയമത്തിലെ ഒരു 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 ദൈവപ്രത്യക്ഷതയാണ്. അത് പഴയ നിയമത്തിലെ ഒരു യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട്, ചില ദേശങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മേലുള്ള നിയോഗങ്ങൾ ചുരുങ്ങിപ്പോയി, പകുതിയായി പോയി, വളർച്ചയുടെ പാതയിലല്ല, അത് താഴ്ചയുടെ പാതയിലാണെന്നുള്ളവരെല്ലാം ഇത് ഏറ്റെടുത്തോണം. ഈ ദൂത് ഇതിനകത്ത് കർത്താവ് വെക്കുകയാണ്. ഇതിനകത്ത് എൻകൗണ്ടർ കർത്താവ്, പെനിയേൽ എൻകൗണ്ടറുകൾ, മുഖം കാണുന്ന ഒരു പ്രസൻസ്, പെനിയേൽ എൻകൗണ്ടർ കർത്താവ് ഇതിനകത്ത് തരികയാണ്. ഈ പ്രൊഫറ്റിക് വേർഡ് നിങ്ങളുടെ മധ്യ റിലീസ് ചെയ്യാനാണ് കർത്താവിനോട് പ്രധാനമായിട്ട് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഹിറ്റ് ചെയ്യുന്നത്, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഇത് വലിയ പ്രസംഗമല്ല, 100 വാക്യങ്ങൾ ഞാൻ എടുക്കുന്നില്ല, കാര്യങ്ങൾ എടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഈ വ്യക്തിയിൽ മാത്രമല്ല, നിങ്ങൾ ഇനി ഇത് ജനസിസ് 32-ലാണ്. ഇനി നേരെ എക്സോഡസ് 32-ലോട്ട് വന്നാൽ ഇതുപോലെ ഇസ്രയേലിന്റെ യാത്ര പകുതി വഴിക്ക് എത്തി നിൽക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, അവരെ നയിച്ചുകൊണ്ടിരുന്ന ദൈവസാന്നിധ്യം മോശയോട് പറയുകയാണ്, ഞാൻ ഈ ജനത്തിന്റെ നടുവിൽ നടക്കത്തില്ല, ഞാൻ നടന്നാൽ ഞാൻ ഇവരെ നശിപ്പിച്ചു കളയും, ഞാൻ ഇനി എൻ്റെ ദൂതനെ നിങ്ങളുടെ മുമ്പിൽ അയക്കാം, ഞാൻ നടക്കത്തില്ല എന്ന് പറഞ്ഞ് കർത്താവ് പാതി വഴിയിൽ വെച്ച് ഈ ജനത്തിന്റെ ദുശാഠ്യ നിമിത്തം, ഇവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തത് നിമിത്തം പാതി വഴിയിൽ വെച്ച് ഇവരെ ഇട്ടിട്ട് പോകുന്ന ഒരു പ്രൊജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു തീരുമാനമായിട്ട് ദൈവം വരുമ്പോൾ മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ വിടുക, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കട്ടെ. മനസ്സിലാവുന്നുണ്ടോ? എന്നെ വിടുക. എന്നെ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ യാക്കോബിനോട് ദൈവം പറയുന്ന ഇതേ കാര്യം തന്നെ, എന്നെ വിടുക, ഞാൻ പോകട്ടെ. മനസ്സിലാവുന്നുണ്ടോ? എന്നെ വിടുക, ഞാൻ പോകട്ടെ. മോശയോട് ദൈവം പറയുകയാണ്, എന്നെ വിടുക, ഞാൻ നശിപ്പിക്കട്ടെ. അപ്പോ ഉൽപ്പത്തി 32-ൽ യാക്കോബ് പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ് ദൈവത്തെ. പുറപ്പാട് 32-ൽ മോശ പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ് ദൈവത്തെ. ഇനി പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എമ്മൗസിലോട്ട് നിരാശയിൽ, കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നിമിത്തം നിരാശയിൽ പഴയ പണിക്ക് പോയിക്കൊണ്ടിരുന്ന എമ്മൗസിലെ ശിഷ്യന്മാരുടെ, അല്ലെങ്കിൽ ക്ലയപ്പാവും ഭാര്യയുമായിരിക്കും മിക്കവാറും പോകുന്നതെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്തുമായിക്കൊള്ളട്ടെ, രണ്ടുപേര് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ റൂട്ടിൽ വെച്ചോണ്ട്, ആ വഴിക്ക് വെച്ചോണ്ട് കർത്താവ് അവരുടെ കൂടെ നടന്നു. അതിനുശേഷം ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, അവൻ അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ വിടുക, ഞാൻ പോട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വരികയാണ്. പക്ഷെ അവര് പറയുകയാണ്, നീ പോകരുത്, ഞങ്ങളെ കടന്നു പോകരുത്. അപ്പോ ഈ എല്ലാ പശ്ചാത്തലത്തിലും നിങ്ങൾ നോക്കിയാൽ കർത്താവ് പറയുന്നത് എന്താണ്? എന്നെ വിടുക. അപ്പോൾ എന്നെ വിടുക എന്ന് പറഞ്ഞാൽ വിടുവിച്ചോണ്ട് പോകാൻ പറ്റത്തില്ലെന്നാണോ എൻ്റെ അർത്ഥം? അല്ല, വിടുവിച്ചോണ്ട് പോകാനൊക്കെ പറ്റും. പക്ഷേ നീ പിടിക്കാൻ പാകത്തിന് അവൻ നിന്നു തരികയാണ്. നിന്റെ യാത്ര പാതി വഴിയിൽ നിന്നു പോകാതിരിക്കേണ്ടതിന്, നിന്റെ വാഗ്ദത്തം പാതി വഴിയിൽ നിന്നു പോകാതിരിക്കേണ്ടതിന്, നീ കയറി പിടിക്കാൻ പാകത്തിന് അവൻ നിന്റെ മുമ്പിൽ നിന്ന് തരികയാണ്. ഇങ്ങനെ ഈ ദിവസങ്ങളിൽ ഇതിൽ ചിലർക്ക് ഉണ്ടാകുകയാണെന്ന് പറയുവാൻ കർത്താവിനോട് പറയുന്നു. ഈ അവസരം നിങ്ങൾ നഷ്ടമാക്കിയാൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, യാക്കോബ് ആ യാബോക്കിന്റെ തീരത്ത് വെച്ച്, ആ പുഴയുടെ തീരത്ത് വെച്ച് ഈ ഏഞ്ചലുമായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യവുമായിട്ട് ഒരു മൽപിടുത്തം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ, ഹോശയ പ്രവചനം പറയുന്നത് അവൻ കരഞ്ഞപേക്ഷിച്ചു, പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു എന്നൊക്കെയാണ്. അത് ആവാനാണ് സാധ്യതയുള്ളൂ. എന്തുമായിക്കൊള്ളട്ടെ, എങ്ങനെയുമായിക്കൊള്ളട്ടെ, അതൊരു പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ അത് നേരിട്ടുള്ള ഗുസ്തിപിടുത്തമോ എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തെ വിടാതെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കുള്ള ഒരു മനുഷ്യന്റെ ആവേശമാണ്. ഈ പനീം എന്ന വാക്കിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. പെനിയേൽ എന്ന വാക്ക്, പനീം എന്ന വാക്കിന്റെ അർത്ഥം ഫേസ് എന്നും പ്രസൻസ് എന്നുമാണ്. സാന്നിധ്യമെന്നും മുഖം എന്നുമാണ് ആ വാക്കിന് രണ്ടർത്ഥമാവുള്ളത്. സാന്നിധ്യം എന്നും ആ വാക്കാണ്, മുഖമെന്നും ആ വാക്കാണ്. ഹീബ്രുവിൽ ഒരൊറ്റ വാക്കിയുള്ളൂ, പനീമാണ്. ആ വാക്കിന്റെ രണ്ടർത്ഥങ്ങളാണ് സാന്നിധ്യം, മുഖം. അപ്പോൾ ഇവിടെ ഫേസ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ഗോഡിന്റെ ഒരു പ്രത്യേക അളവ് യാക്കോബിന് വേണ്ടി വെളിപ്പെടുകയാണ്. അത് ഇവന്റെ പാതി വഴിയിലെ യാത്ര വെച്ച് നിന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി വെളിപ്പെടുകയാണ്. ഞാൻ ഈ പറയുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ശുശ്രൂഷയിലുണ്ടെങ്കിൽ, കുറഞ്ഞുപോയി, ക്ഷീണിച്ചുപോയി, തളർന്നുപോയി എന്ന് പറയുന്നവരുടെ മുമ്പിൽ നിനക്ക് പിടിക്കത്തക്കവണ്ണം കർത്താവ് ഇറങ്ങി നിൽക്കുന്ന ദിവസങ്ങളാണിത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിടിക്കത്തക്കവണ്ണം കർത്താവ് ഇറങ്ങി നിൽക്കുന്ന ദിവസങ്ങളാണ്. ഇത് പിടിച്ചാൽ
ഇത് വേണമെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുത്തി കളയാം, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഗൗരവമാക്കാതെ തള്ളിക്കളയാം. പക്ഷെ ഇത് പിടിച്ചാൽ ഇത് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് മാറും. ഐ മീൻ ഇതൊരു മല്ലുപിടുത്തമാണ്. ഇത് മോശയെ നിങ്ങൾ നോക്കിക്കേ. ഈ മോശ ഇവിടെ യാക്കോബ് പിടിക്കുന്നത് ഒരു മൽപിടുത്തമാണ് ദൂതനുമായിട്ട്. പക്ഷെ ഈ മൽപിടുത്തത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കൊല്ലാൻ വരുന്നവന്റെ സ്വഭാവം മാറുകയാണ്. കൊല്ലാൻ വരുന്നവന്റെ സ്വഭാവം മാറുന്നത് ഇവിടെ പിടിക്കുന്ന മൽപിടുത്തത്തിലാണ്. ഇവിടെ ദൈവവുമായിട്ടുണ്ടാകുന്ന സാന്നിധ്യവുമായി ഉണ്ടാകുന്ന ആ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന എൻകൗണ്ടറിനകത്ത് ഇവനിൽ സംഭവിക്കുന്ന കാര്യം, ഒന്ന്, ഇവന്റെ പേരെന്നേക്കുമായി മാറുന്നു. മനസ്സിലാവുന്നുണ്ടോ? പാതി വഴിയിൽ നിന്നു പോകാതെ ഇവന്റെ മേൽ സൂര്യൻ ഉദിക്കുന്നു, പുതിയൊരു സൂര്യൻ ഉദിക്കുന്നു, ഡേ ബ്രേക്ക് ഉണ്ടാകുന്നു. എൻ്റെ ഈ വാക്ക് പ്രോഫറ്റിക് ആയിട്ട് ഏറ്റെടുക്കുക. ഇതിനകത്ത് അനേകരുടെ മേൽ സൂര്യൻ ഉദിക്കുകയാണ്. ഈ പെനിയേൽ അനുഭവം വന്നാൽ, ഒന്ന്, സൂര്യൻ ഉദിക്കും, രണ്ട്, നിന്റെ പേർ മാറും. ഇതുവരെ ഉണ്ടായിരുന്ന പേരിന് വ്യത്യാസമായിട്ട് ഒരു ഗ്ലോറിയസ് പേര് നിന്റെ മേലിൽ വെളിപ്പെട്ടു വരും. മൂന്ന്, നിനക്കെതിരെ കൊല്ലുവെന്ന് പറഞ്ഞ് നിന്നെ തീർക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ശത്രുവിന്റെ മൂഡ് മാറും. സ്തോത്രം. അവൻ പിന്നെ വരുന്നത് നിന്നെ കൊല്ലാനല്ല, 400 പേര് ഒരുമിച്ച് വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് നിന്നെ സ്വീകരിച്ച് ആനയിക്കുകയാണ്. ഹല്ലേലൂയ. ഇവന്മാർക്ക് എല്ലാം എന്തു പറ്റിയെന്ന് നീ ചിന്തിക്കത്തക്കവണ്ണം നിലയിലുള്ള മുഴുവൻ അന്തരീക്ഷങ്ങളും മാറി മറിയുന്നത്. ഇനി നീ 20 വർഷം മുമ്പ് ഇട്ടിട്ട് പോന്ന അതേ സ്ഥലത്തേക്ക് നിനക്ക് റീ എൻട്രി ഉണ്ടാവുകയാണ്. മനസ്സിലാക്കിക്കോണം. ഇതെല്ലാം പ്രോഫറ്റിക് ആയിട്ട് പലരുടെയും മേൽ സംഭവിക്കുകയാണ്. 20 വർഷം മുമ്പ് നീ കളഞ്ഞിട്ട് വന്ന ദേശത്ത് നിനക്ക് ഹോളി സ്പിരിറ്റ് റീ എൻട്രി തരികയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ രാത്രിയിൽ എന്നെ വിടുക എന്ന് പറഞ്ഞത് വിടുക എന്നാണെങ്കിലും നീ പിടിക്കത്തക്കവണ്ണം നിന്റെ മുമ്പിൽ നിന്ന് തരുന്ന ഒരു സാന്നിധ്യത്തെ നീ കൈകാര്യം ചെയ്യുന്നതനുസരിച്ചാണ്. ഇവിടെ നീ ഉറക്കം തൂങ്ങിയാൽ, ഇവിടെ നീ കിടന്നുറങ്ങിയാൽ, ഇവിടെ നീ ക്ഷീണിച്ചു പോയാൽ, മോനെ, പാതി വഴിയിൽ നീ നിന്നു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അങ്ങ് ഒഴുകി ഒരു സാധാരണ നിലയിലുള്ള പോക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഒഴുകിപ്പോകാൻ ദൈവം ആരെയും വിളിച്ചിട്ടില്ലെന്ന് പറയുവാൻ കർത്താവിനോട് പറയുന്നു. നിന്നെ വിളിച്ചതും നിന്റെ മേൽ പകർന്നതും നിന്നോട് വാഗ്ദത്തം പറഞ്ഞതും അവൻ പൂർത്തീകരിക്കുമെന്ന് പറയുവാൻ കർത്താവിനോട് പറയുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ മേൽ ഒരു പെനിയേൽ എൻകൗണ്ടർ തരികയാണ്. അതുമായി ബന്ധപ്പെട്ട്, ഒന്ന്, നിന്റെ പേർ മാറും. സ്തോത്രം. രണ്ട്, ഹല്ലേലൂയ, ആമേൻ, നിന്റെ മേൽ സൂര്യൻ ഉദിക്കും. 3, നിന്റെ ശത്രുവിന്റെ സ്വഭാവം മാറും. 4, നിനക്ക്, ആമേൻ, നീ ഇട്ടിട്ട് പോന്ന, ഇനി ഒരിക്കലും എനിക്ക് കയറാൻ പറ്റത്തില്ലെന്ന് കരുതിയ ദേശത്തേക്ക് നിനക്കൊരു റീ എൻട്രി ഉണ്ടാകും. ഇത് 4ഉം ഇതിനകത്തിരിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ചില ദേശത്തേക്ക് ദൈവം ഇതിനകത്ത് ചിലക്ക് റീ എൻട്രി കൊടുക്കുകയും വീണ്ടും പ്രവേശനം അനുവദിക്കുകയും വീണ്ടും പ്രവേശനം അനുവദിക്കുകയും അത് മാത്രമല്ല, ചിലരുടെ മനസ്സിലേക്ക്, ചില കുടുംബങ്ങളിലേക്ക് ദൈവം ചിലർക്ക് റീ എൻട്രി അനുവദിക്കുന്നു എന്ന് പറയുവാൻ കർത്താവിനോട് പറയുന്നു. എന്ന് മാത്രമല്ല, ആമേൻ, നിനക്കെതിരെ നിന്ന പലരും ഈ ദിവസങ്ങളിൽ നേരെ തിരിഞ്ഞു പറഞ്ഞതുപോലെ കാര്യങ്ങൾ മാറും. ഇതൊക്കെ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഈ രാത്രികളിലൊക്കെ നീ പിടിക്കുന്ന ഒരു മൽപിടുത്തമാണ് ദൈവം. അതിനുവേണ്ടി ദൈവം ചിലരുടെ മുമ്പിൽ ഇറങ്ങി വരികയാണ്. ഒരു പെനിയേൽ എൻകൗണ്ടറിന് വേണ്ടി ദൈവം ചിലരുടെ മേൽ ഇറങ്ങി വരികയാണ്. ഈ ദിവസങ്ങളിൽ ഇതുവരെ കാണാത്തതുപോലെ നീ ഫേസ് ഓഫ് ഗോഡ് കാണാൻ പോവുകയാണ്. ഫേസ് ഓഫ് ഗോഡ്, പ്രസൻസ് ഓഫ് ഗോഡ്, പ്രസൻസ് ഓഫ് ഗോഡ്, പ്രസൻസ് ഓഫ് ഗോഡ്, ഫേസ് ഓഫ് ഗോഡ്, പ്രസൻസ് ഓഫ് ഗോഡ് നീയുമായിട്ട് ഏറ്റുമുട്ടുന്നതനുസരിച്ച്. ഇതൊരു ഏറ്റുമുട്ടലാണ്. ഇതൊരു ചെറിയൊരു സൂതനിങ് പ്രസൻസ് അല്ല, ഇതൊരു വല്ലാത്ത പ്രസൻസ് ആണ്. ഈ പ്രസൻസ് പല രീതിയിലുണ്ട് കേട്ടോ. ഈ പെനിയേൽ പ്രസൻസ് എന്ന് പറഞ്ഞാൽ, നിനക്ക് ഇത് ഒരു എൻകൗണ്ടർ നിനക്കുണ്ടായാൽ നിന്റെ ആയുസ് മുഴുവൻ ഓർത്തിരിക്കത്തക്കുള്ള ഒരു അടയാളം നിന്റെ ലൈഫിൽ എവിടെയെങ്കിലും ഉണ്ടാകും. കേട്ടോണം. ഈ പെനിയേൽ എൻകൗണ്ടർ ഒരു തവണ ഉണ്ടായാൽ, വൺസ്, ഇതൊരു പ്രസൻസിന്റെ വേറൊരു ലെവലാണ്. ഈ പ്രസൻസിന്റെ പല ലെവലുകളുണ്ട്. ആമേൻ. അതിലൊന്നാണ് ഷെഖേന പ്രസൻസ്, കാബോദ് ഗ്ലോറി, അങ്ങനെ അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റഡ് പ്രസൻസ്, അല്ലെങ്കിൽ ബഥേൽ പ്രസൻസ്, ഇങ്ങനെ പല പല പ്രസൻസുകൾ, ദൈവസാന്നിധ്യത്തിന്റെ പല അളവുകൾ തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെയുള്ള പ്രസൻസ് എന്ന് പറയുന്നത് ഇതൊരു വയലന്റ് പ്രസൻസ് ആണ്. ഇതൊരു സൈലന്റോ, ഇതൊരു സൂതനിങ്ങോ, ഇതൊരു വളരെ സ്മൂത്ത് ആയിട്ടുള്ളതോ, നിന്നെ ആശ്വസിപ്പിച്ച് തലോട്. ദൈവസാന്നിധ്യം എന്ന് കേൾക്കുമ്പോൾ പലരുടെയും ചിന്ത, നമ്മളെപ്പോഴും ആശ്വസിപ്പിച്ച് തലോടുന്ന, ചേർത്ത് മാർവോടണയ്ക്കുന്ന, അങ്ങേ വിട്ട് ഞാൻ വേറെ എവിടെ പോകും? നിശ്ചയമായിട്ടും ആ അളവുകൾ ദൈവസാന്നിധ്യത്തിലുണ്ട്. പക്ഷെ പെനിയേൽ പ്രസൻസ് ഈസ് ഡിഫറെന്റ്. പെനിയേൽ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാറ്റിലാണ്. ആമേൻ.
അത് ഒരു ബാറ്റിലാണ്. ദൈവം നെയ്യുമായിട്ടൊന്ന് പിടിക്കാൻ നിന്നു തരികയാണ്. സ്തോത്രം. ആ പിടിക്കാൻ നിന്നു തരുമ്പോൾ അത് ശരിക്കും നടന്നു കഴിഞ്ഞാൽ സ്തോത്രം, നിനക്ക് പെയിൻ എന്ന് തോന്നിയാൽ പോലും നല്ലതായി വരുന്ന, നിന്റെ സ്വഭാവത്തിന് പോലും മാറ്റം വരുന്ന, നിന്റെ നടത്തത്തിന് മാറ്റം വരുന്ന, മുന്നോട്ടുള്ള നിന്റെ ലൈഫ് മുഴുവൻ ഓർത്തിരിക്കുന്ന ചിലത് ആ എൻകൗണ്ടറുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ നടക്കും. ഇതിനകത്ത് ചിലരുടെ മുമ്പിൽ ആ സീസണാണ് ഈ സീസണിൽ ചിലത് സംഭവിച്ചത് നിന്റെ ലൈഫ് മറക്കാൻ പറ്റാത്തതാണ്, നീ പ്രതീക്ഷിക്കാത്തതാണ്. എന്തിനിത് സംഭവിച്ചു, എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് നീ ചോദിക്കുന്നുണ്ട് പലരും. ലോറബ ഷറ്ററ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു പെനിയേൽ എൻകൗണ്ടർ. യാക്കോബേ, നിന്റെ തൊടയുടെ തളം തട്ടത്, സോക്കറ്റ് ഓഫ് യുവർ തൈ, നിന്റെ തൊടയുടെ തളം തട്ടത് ദൈവം തൊട്ടത്, അത് സുഖമാണോ? അത് സുഖമല്ല. അത് വേദനയല്ലേ? അത് വേദനയാണ്. ഇനി നിനക്ക് തന്നെ നടക്കാൻ പറ്റുമോ? തന്നെ നടക്കാനൊക്കത്തില്ല. ഒരു വടി പിടിക്കാതെ നടക്കാനൊക്കത്തില്ല. പക്ഷെ ഇത് നിനക്ക് ഒരു വർഷം കഴിയുമ്പോൾ മാറുമോ? മാറത്തില്ല. ലൈഫ് ലോങ് ഇനി അങ്ങനെ നടന്നോണം. സ്തോത്രം. അപ്പൊ എന്നും ഓർത്തിരിക്കത്തക്കവണ്ണം ഒരു അടയാളം ഇതിന്റെ കൂടെ ഉണ്ടാകും. ഒരു പെനിയേൽ എൻകൗണ്ടർ നടന്ന. പക്ഷേ ഇത് നടന്നാൽ നിന്റെ മുമ്പിൽ ഒരു സൂര്യൻ ഉദിക്കുകയാണ്. ഇത് നടന്നാൽ നിന്റെ പാതി വഴിക്ക് തീരേണ്ടുന്ന യാത്ര മുഴുവൻ തിരിഞ്ഞു മറിയുകയാണ്. കാരണം ഇത് നടന്നാൽ നിനക്കെതിരെ ഇനി ആർക്കും ശബ്ദമുയർത്താൻ പറ്റാതെ വണ്ണം 400 പേരുമായി വരുന്ന ശത്രുവിന്റെ മുഴുവൻ മൈൻഡും ദൈവം തിരിയുകയാണ്. അവനോട് എന്ത് ചെയ്യണം, അവനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള വിസ്ഡം ദൈവം നിനക്ക് തരും. സ്തോത്രം. അവനെ കൊടുത്തയക്കുന്നതിനുള്ള സമ്മാനം, അത് ചെയ്യാനുള്ള പരിജ്ഞാനം ദൈവം നിനക്ക് തരും. വെട്ടാൻ വരുന്ന പോത്തിന് സമ്മാനം കൊടുത്തയച്ച് അയച്ചു വിട്ടാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയാണ് സത്യത്തിൽ യാക്കോബ് ചെയ്തത്. കൊല്ലാൻ വരുന്നവന്റെ മുമ്പിൽ ഒരു 10 കൂട്ടം സമ്മാനം അങ്ങ് അയച്ചു കൊടുത്തു. അതൊക്കെ ദൈവത്തിന്റെ വിസ്ഡമാണ്. മനസ്സിലാകുന്നുണ്ടോ? ബൈബിൾ പറയുന്നുണ്ട്, നിന്റെ ഗിഫ്റ്റ് രാജാക്കന്മാരുടെ മുമ്പിൽ നിന്റെ വാതിലുകളെ തുറക്കുമെന്ന്. അതൊരു വിസ്ഡം മാത്രമാണ്. ഇതുപോലെയുള്ള പല ദൈവത്തിന്റെ വിസ്ഡം ഇതുമായി ബന്ധപ്പെട്ട്, ഈ പെനിയേൽ എൻകൗണ്ടറുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. ഓ മൈ ഗുഡ്നസ്. ആ സ്ഥലത്തെത്തുമ്പോൾ നീ ചെയ്യേണ്ടത് എന്താണെന്ന് നിനക്കറിയും. ആ സ്ഥലത്തെത്തുമ്പോൾ സ്തോത്രം, നീ എടുത്തു വെക്കേണ്ട ചുവട് എന്താണെന്നറിയും. ആ സ്ഥലത്തെത്തുമ്പോൾ നിനക്ക് ഉറക്കം വരാതെ നീ ദൈവമായിട്ട് മൽപിടിക്കും. ആ സ്ഥലത്തെത്തുമ്പോൾ, ആ മൽപിടുത്തം കഴിഞ്ഞാൽ നിന്റെ സൂര്യൻ ഉദിക്കും. ആ സ്ഥലത്തെത്തുമ്പോൾ നിന്റെ പേര് മാറും. ആ സ്ഥലത്തെത്തുമ്പോൾ നിന്റെ ശത്രുവിന്റെ ആറ്റിറ്റ്യൂഡ് മാറും. ഇതെല്ലാം ഇതിനകത്തിരിക്കുന്ന പലർക്കും വേണ്ടി ഓപ്പണായി വരികയാണ്. കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. ഇതെന്റെ മേൽ സംഭവിക്കട്ടെ, ഇതെന്റെ മേൽ ആവശ്യമാണെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ജനനവുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് കർത്താവ് അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. മോശ ഇതുപോലെയുള്ള അനുഭവത്തിൽ കടന്നുപോയപ്പോൾ മോശ തന്റെ കൂടാരം എടുത്തുകൊണ്ട് ഇസ്രയേലിന്റെ പാളയത്തിന്റെ ദൂരത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഏറെ ദൂരം മാറി മോശ യാത്ര ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവവുമായിട്ട് ഒരു ഫേസ് ടു ഫേസ് പിടിക്കുന്നതിന് വേണ്ടി. ഈ പെനിയേൽ പോലെയുള്ള അനുഭവമാണ് കാരണം ദൈവം കോപിച്ചിരിക്കുകയാണ്. എന്റെ യാത്ര മാത്രമല്ല, ഇസ്രയേലിന്റെ യാത്ര പാതി വഴിയിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം ഇസ്രയേൽ പാപം ചെയ്തിരിക്കുന്നു, കാളക്കുട്ടി ആരാധിച്ചിരിക്കുന്നു. കാളം മരണത്തിന്റെ സിമ്പലാണ്. ഇവിടെ ഇതാ മരണത്തിന്റെ സിമ്പൽ ഇസ്രയേലിൽ വന്നിരിക്കുന്നു. സ്തോത്രം. മരണത്തെ വിതയ്ക്കുന്ന ദുഷ്ടപിശാച് ലീഡർഷിപ്പിലൂടെ പോലും കയറിയിരിക്കുന്നു. സ്തോത്രം. അവർക്കതിനെക്കുറിച്ച് ബോധ്യമില്ല, എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ മോശ ഈ കാര്യത്തെ ഡീൽ ചെയ്യുവാൻ, ഇസ്രയേലിന്റെ യാത്ര സീനായിയുടെ താഴ്വരയിൽ പാതി വഴിയിൽ നിന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി തന്റെ കൂടാരവും എടുത്തോണ്ട് ഇസ്രയേലിന്റെ പാളയത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഒരുപക്ഷെ ഒത്തിരി കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടായിരിക്കും ഇവൻ തന്റെ പാളയം ഒന്ന് അടിക്കുന്നത്. ഇസ്രയേലിന്റെ ജനം തന്നെ ഒരു 10-25 ലക്ഷം ജനമുണ്ട്. 10-25 ലക്ഷം ജനം പരന്നു കിടക്കുന്ന ഒരു പാളയം എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾ വിസ്തൃതമായ പാളയമാണ്. പക്ഷെ ആ പാളയത്തിന് ആ പുറത്തേക്ക്, വിജനപ്രദേശത്തേക്ക് മോശ ദൈവവുമായിട്ട് ഫേസ് ടു ഫേസിന് വേണ്ടി പോവുകയാണ്. ഞാനിത് പറയട്ടെ, ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല കേട്ടോ. ഞാൻ ഈ സാധാരണ പ്രാർത്ഥനക്കാരോടല്ല പറയുന്നത്. പെനിയേൽ എൻകൗണ്ടർ വേണമെന്നുണ്ടെങ്കിൽ നീ അസാധാരണമായി ചിലത് ചെയ്യണം. അസാധാരണമായി ചില മൽപിടുത്തത്തിന് തയ്യാറാകണം. അസാധാരണമായ ചില യാത്രകൾക്ക് തയ്യാറാകണം. അസാധാരണമായ ചില വിജനപ്രദേശത്ത് ദൈവമുഖം അന്വേഷിക്കാൻ നീ തയ്യാറാകണം. അസാധാരണമായി ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകണം. കർത്താവിനോട് പറയണം, കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. നീ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തത്. നീ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ജനത്തെ വിടുവിച്ചത്. നീ പറഞ്ഞിട്ടാണ് ഇത്രത്തോളം ഇവരെ യാത്ര ചെയ്ത് കൊണ്ടുവന്നത്. നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതുവരെ എൻ്റെ സകല ജയത്തിന്റെയും പിന്നിൽ നീ മാത്രമാണ്. എന്നാൽ ഇപ്പോൾ പാതി വഴിയിൽ കാരണം എന്തു ആയിക്കൊള്ളട്ടെ, നീ ഞങ്ങളുടെ കൂടെ വരത്തില്ലെന്ന് പറയുന്നു. പക്ഷേ ഒരൊറ്റ
മനുഷ്യൻ മല്ലി പിടിക്കുകയാണ്. ഹോശയ പറഞ്ഞതുപോലെ കരഞ്ഞ് ദൈവത്തോട് മല്ലി പിടിക്കുകയാണ് മോശ. ഇതിനകത്ത് ചിലരുടെ സ്പിരിച്വൽ മസിലുകൾ വർദ്ധിച്ചു വരികയാണ്. ഒരു പെനിയേൽ എൻകൗണ്ടറിന് വേണ്ടി, ദൈവത്തോട് മല്ലി പിടിക്കുന്നതിന് വേണ്ടി, സൂര്യൻ ഉദിക്കുന്നതിന് വേണ്ടി ചിലരുടെ പേര് മാറുന്നതിനോട് ബന്ധപ്പെട്ട് ചിലരുടെ സ്പിരിച്വൽ മസിലുകൾക്ക് ദൈവം ബലം കൽപ്പിക്കുന്നു എന്ന് പറയുവാൻ കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു. ഇതുവരെ പ്രാർത്ഥിക്കാത്തതുപോലെ പ്രാർത്ഥിക്കുവാൻ, ഇതുവരെ ആമേൻ ദൈവത്തോട് ചോദിക്കാത്തതുപോലെ ചോദിക്കുവാൻ, ഇതുവരെ ഇരിക്കാത്തതുപോലെ ഇരിക്കുവാൻ, ഇതുവരെ വായിക്കാത്തതുപോലെ വായിക്കുവാൻ, ഇതുവരെ ആമേൻ കർത്താവിനോട് അപേക്ഷിക്കാത്തതുപോലെ അപേക്ഷിക്കുവാൻ ഹോളി സ്പിരിറ്റ് നിന്റെ മേൽ ഒരു നിന്ന് തരികയാണ്. ദൈവം നിന്ന് തരികയാണ്. അവൻ അവരെ കടന്നു പോകുന്ന ഭാവം കാണിച്ചു, പക്ഷെ കടന്നു പോകാനല്ല, നിനക്ക് പിടിക്കാൻ വേണ്ടി അവൻ നിന്ന് തരികയാണ്. ആമേൻ. ആ വാക്ക് ഇതിനകത്ത് പലരുടെയും മോളിൽ എഴുതി കർത്താവ് വെക്കുന്നു. പെനിയേൽ എന്നൊരു വാക്ക് എഴുതി വെക്കുന്നു. നിങ്ങളതിന് തയ്യാറായ ഈ ദിവസങ്ങളിൽ ഞാൻ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ചിലരുണ്ട്. ഒരു പ്രത്യേക സമയമാകുമ്പോൾ പ്രാർത്ഥിക്കാൻ അറിയാതെ എഴുന്നേറ്റ് പോകുന്ന ചിലരുണ്ട്. നീ അലാറം വെക്കാതെ എഴുന്നേറ്റ് പോകുന്ന ചിലർ ഇതിനകത്തുണ്ട്. ആമേൻ. വേറെ ചിലർക്ക് ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. ഓ മൈ ഗുഡ്നസ്. ആമേൻ. എന്തോ ഒരു നിർബന്ധം നിന്റെ മേൽ കിടക്കുന്നത് പോലെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നതിന് വേണ്ടി, ആമേൻ, നീ പോലും ആഗ്രഹിക്കാത്തടത്ത് ഒരു മൽപിടുത്തത്തിന് വേണ്ടി നിന്നെ തയ്യാറാക്കുന്ന ഒരു പരിപാടി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെനിയേൽ എൻകൗണ്ടറിന്റെ സമയം വന്നിരിക്കുന്നു എന്ന് പറയുവാൻ കർത്താവിന്റെ ആത്മാവ്. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്കിത് ആവശ്യമാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്കിത് ആവശ്യമാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. അതുവരെ യാക്കോബേ, നിന്റെ പേര് യാക്കോബ് എന്നാണ്. അതുവരെ യാക്കോബേ, നിന്റെ കൂട്ടത്തിലുള്ളത് നിന്റെ മക്കളാണ്. ആമേൻ. അതുവരെ യാക്കോബേ, നിന്റെ കൂട്ടത്തിലുള്ളത് കുറച്ച് സ്വത്തുക്കളാണ്. പക്ഷേ യാക്കോബേ, ഈ എൻകൗണ്ടർ, ഈ പ്രസൻസ് നീ ഒന്ന് കടന്നുപോയാൽ, ഈ സാഹചര്യത്തിലൂടെ നിൽക്കുന്ന കടന്നുപോയാൽ, ഇത് കുറച്ച് വേദനപ്പെടുത്തുന്നതാണ് കേട്ടോ. ഇത് ശരിക്കും ഈസി അല്ല. ഈ പെനിയേൽ എൻകൗണ്ടർ എന്ന് പറയുന്നത് ഈസി അല്ല. ഇത് ലൈറ്റും സൗണ്ടും ഒരു മാസ്മരിക ലോകമൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്നതല്ല. ഇത് ശരിക്കും നിന്റെ തൊടയുടെ തളത്തിൽ അറിയാൻ പറ്റും. ആയുസ് മുഴുവൻ ഉളുക്കി നടക്കേണ്ടി വരും. ഞാൻ എൻ്റെ സ്പിരിച്വൽ മീനിങ്ങിൽ എടുത്തോണം കേട്ടോ. ഇത് സ്പിരിച്വൽ മീനിങ്ങിൽ എടുത്തോണം. എന്തോ നിങ്ങളുടെ ആയുസ് മുഴുവൻ ഓർക്കാനുള്ളത് ഈ ദിവസങ്ങളിൽ ചിലരിൽ സംഭവിക്കും. സ്വത്രം. അതൊരു നെഗറ്റീവ് അല്ല ഞാൻ പറയുന്നത്, നിങ്ങളെ നശിപ്പിക്കാനുള്ളതല്ല. പക്ഷേ നിന്നെ താഴ്ത്തുന്നത്, ഇത് ദൈവത്തിന്റെ കരമാണ് എന്ന് നിന്നെ എന്നും ഓർമ്മപ്പെടുത്തുന്നത്, ചിലപ്പോൾ ഇച്ചിരി പെയിൻഫുൾ ആണെന്ന് നിന്നെ എന്നും. അതുവരെ യാക്കോബിനെ നോക്കി എന്തൊരു അവന്റെ വഴിയിലൊക്കെ ദൈവം അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബ്ലസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയൊരു ആ സ്വന്തം ശക്തിയിലും കഴിവിലുമുള്ള ഒരു ആശ്രയം യാക്കോബിന്റെ ജീവിതത്തിൽ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു വടിയിൽ ചാരിക്കൊണ്ടാണ് പിന്നെ ജീവിതം മുഴുവൻ. പിന്നെ യാത്ര ചെയ്യണമെങ്കിൽ ഒരു വടി വേണം. പിന്നെ ആമേൻ, ഈ യാക്കോബിനെ കുറിച്ച് പിന്നെ പറയുന്നത്, അവൻ പിന്നത്തേതിൽ ഫറവോനെ അനുഗ്രഹിക്കേണ്ട വന്നു യോസേഫിന്റെ കാലത്ത്. അത് ആ വടി ചാരിക്കൊണ്ട് നിന്ന് അനുഗ്രഹിച്ചു എന്നാണ് വചനം പറയുന്നത്. പിന്നെ മൊത്തം യാക്കോബിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരു വടി ചാരി നിന്നുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നിനക്ക് തന്നെ നിൽക്കാനുള്ള നിന്റെ ശക്തി നഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ നിൽക്കാനുള്ള ശക്തി, യേശുവിൽ ചാരാതെ നിനക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. നീ ഭയങ്കരമായി ഡിപ്പെൻഡന്റ് ആയി മാറാൻ പോവുകയാണ്. യേശുവിൽ സ്നേഹിക്കാതെ, യേശുവിനെ ആരാധിക്കാതെ, യേശുവുമായിട്ട് ആഴമേറിയ ബന്ധം ആമേൻ അതിൽ വരാതെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലവാരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ മാറ്റുകയാണ്. അങ്ങനെ ഒരു പെനിയേൽ എൻകൗണ്ടർ നിന്റെ ജീവിതത്തിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സൂര്യൻ ഉദിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു. ചിലരൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പെനിയേൽ എൻകൗണ്ടറുകൾക്ക് റെഡിയാവാൻ കർത്താവ് ചിലരോട് പറയുന്നു. പെനിയേൽ എൻകൗണ്ടറുകൾക്ക് റെഡിയാവാൻ കർത്താവ് ചിലരോട് പറയുന്നു. പെനിയേൽ എൻകൗണ്ടറുകൾക്ക് റെഡി. ഈ എൻകൗണ്ടർ കഴിഞ്ഞാൽ നിന്റെ പേര് ഒരു രാജ്യത്തിന്റെ പേരായി മാറും. ഒരു രാജ്യത്തിന്റെ പേരായി മാറും. നിന്റെ പേര് ഇസ്രായേൽ എന്നായി മാറും. ഇനി ഉബായി എന്നല്ല നിന്നെ വിളിക്കുന്നത്, ദൈവത്തിന്റെ പ്രഭു എന്ന് നിന്നെ വിളിക്കും. ഇനി നീ വിളിക്കുന്നത് ദൈവത്തോട് മല്ലു യുദ്ധം ചെയ്ത് ജയിച്ചവനെന്ന് നിനക്ക് പേരാകും. ഇനി നിന്റെ മക്കളെ ഒരു രാജ്യമായിട്ടാണ് കാണാൻ പോകുന്നത്, ഒരു വംശമായിട്ടാണ് കാണാൻ പോകുന്നത്. ഈ ദൂത് ഈ മിനിസ്ട്രിയുടെ മേൽ കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഒരു പെനിയേൽ എൻകൗണ്ടറിന്റെ സമയമായി നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു സൂര്യൻ ഉദിക്കുന്ന അനുഭവം, ഒരു ഡേ ബ്രേക്ക് ആകുന്ന അനുഭവത്തിൽ
അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. ചാരിറ്റികൾ, ആമേൻ, സ്തോത്രം, കർത്താവിന്റെ ആത്മാവ്, ആമേൻ, കോർഡിനേറ്റ് ചെയ്യുവാനുള്ള കൃപ കർത്താവ് ഈ മിനിസ്ട്രിയുടെ മേൽ തുറക്കുന്നു. ചാരിറ്റികൾ കോർഡിനേറ്റ് ചെയ്യുവാൻ, എഡ്യൂക്കേഷണൽ ഹെൽപ്പുകൾ, സ്റ്റഡി മെറ്റീരിയലുകൾ സപ്ലൈ ചെയ്യുന്നത്, ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് വഴികൾ തുറക്കുന്നു ഈ മിനിസ്ട്രിയുടെ മേൽ. റോബാല ഹറാം തെലെ മറാക്കല സറ്റാറ ബറഗട. ദൈവം ഭയങ്കര അസാധാരണ കമാൻഡിങ് പവർ, ഒരു പ്രൊമോഷൻ വിത്ത് കമാൻഡിങ് പവർ, ഒരു സെർവന്റ് എന്നതിൽ നിന്ന് മാസ്റ്റർ എന്നതിലേക്ക് മാറുന്ന ഒരു അനുഭവം ആൽബിൻ ബ്രദറെ കർത്താവ് തരുന്നു. ഒരു സെർവന്റ് എന്നതിൽ നിന്ന് മാസ്റ്റർ എന്നതിലേക്ക് മാറുന്ന കമാൻഡിങ് പവറും ലൂറബ ഷറ്ററബ, ഒരു അസാധാരണ കോർഡിനേഷനും, വിശ്വസ്തരെന്ന് മനുഷ്യർ എണ്ണുന്ന നിലവാരം, ഒത്തിരി ദേശങ്ങളിലുള്ളവർ ഫെയ്ത്ത്ഫുൾ ആണെന്ന് എണ്ണുന്ന നിലവാരം. ആമേൻ, 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 ആമേൻ. പരിശുദ്ധാത്മാവിനാൽ അത് ദൈവം തന്നെ അത് സെറ്റ് ചെയ്യുന്നു. ആമേൻ. ഏശാവിന്റെ മനസ്സ് മാറിയതുപോലെ പലരുടെയും മനസ്സ് മാറുകയാണ്. നിന്നോടുള്ള ബന്ധത്തിൽ പലരുടെയും മനസ്സ് മാറുന്നത് ഞാൻ കാണുന്നു, അഭിപ്രായം മാറുന്നത് കാണുന്നു. റൂബറകടക ഷച്ചറബറബ, കൊല്ലാൻ വന്നവനൊക്കെ സ്നേഹിക്കാൻ കെട്ടിപ്പിടിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ. ആമേൻ. ആക്രമിക്കാൻ വന്നവർ കെട്ടിപ്പിടിച്ച് ഞാനും ഉണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്നത് പോലെയുള്ള അനുഭവങ്ങൾ. ആക്രമിക്കാൻ നിന്നവർ ഇത് സംഭവിക്കുന്നത് ഈ ദിവസങ്ങളിലെ ഒരു പെനിയേൽ എൻകൗണ്ടറുമായി ബന്ധപ്പെട്ടാണ്. റെഡി ആയിക്കോണം. ഈ ദിവസങ്ങളിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പെനിയേൽ എൻകൗണ്ടർ. നീ ഫേസ് ടു ഫേസ് ദൈവമായി കാണുകയാണ്. ഇത് നിനക്ക് ഹാനി വരാനുള്ള എൻകൗണ്ടർ അല്ല. ഇതിനകത്ത് എല്ലാവരും കേട്ടോളുക. ഇത് നിനക്ക് ഹാനി വരുത്തുന്ന എൻകൗണ്ടർ അല്ല. ഇത് നിന്നെ സൂര്യൻ ഉദിപ്പിക്കുന്ന എൻകൗണ്ടറാണ്. ഇത് നിന്റെ യാത്ര 37-ലും 40-ലും തീർക്കാനുള്ളതല്ല. നിന്റെ യാത്രയെ 85-ലേക്കും 90-ലോട്ടും കൊണ്ടുപോകാനുള്ളതാണ്. ശരീരത്തിനകത്ത് ആമേൻ ഭാരപ്പെടുന്ന രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ പരിശുദ്ധാത്മാവ് ഒരു പെനിയേൽ എൻകൗണ്ടർ തന്ന് പാതി വഴിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ, പാതി വഴിയിൽ നിന്നെ പേടിപ്പെടുത്തുന്ന ഡോക്ടർമാരുടെ റിപ്പോർട്ടുകളെ ഹോളി സ്പിരിറ്റ് അടുത്ത ചെക്കപ്പിൽ കീറിക്കളയുവാൻ പോവുകയാണ്. നിനക്ക് ലോങ് ലൈഫ് കൊണ്ട് ദൈവം തൃപ്തി വരുത്തുന്ന ഒരു പെനിയേൽ എൻകൗണ്ടർ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് പകരുന്നു. റോബ റിബാല ധുരപ്രഭ സറ്ററബറഗ ഷറ്ററബറബ റാൽ ബറഗടക സിയത്തറബ ഷറ്റ റബച്ചരാദരബറഗ സിയത്തർ. പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ദേശത്തെ ദൈവപ്രവൃത്തി ചെറുതായി പോയതായിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. ആന്റണി ലാലു ഞങ്ങളുടെ ആന്റണി ബ്രദറാണെന്ന് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. ഈ ദൂത് ഏറ്റെടുത്തോളുക. നിങ്ങളുടെ ദേശത്തെ ദൈവപ്രവൃത്തി ചെറുതായി പോയതായി നിങ്ങൾക്ക് തോന്നുന്നുവോ? ഈ ദിവസങ്ങളിൽ റെഡിയായിക്കോ. പെനിയേൽ എൻകൗണ്ടറിന് റെഡിയായിക്കോ. പെനിയേൽ എൻകൗണ്ടർ ഫേസ് ടു ഫേസുമായിട്ട് ദൈവത്തെ കാണാൻ പോവുകയാണ്. എവിടെ ഹാഫ് വേയിലോട്ട് വന്നോ, പാതി വഴിയിലോട്ട്, അല്ലെങ്കിൽ ഒരു പാതി അനുഭവത്തിലോട്ട് വന്നു, അവിടെ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു റീസ്റ്റാർട്ട് തരികയാണ്. ഈ റീസ്റ്റാർട്ടിനകത്ത് നീ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ് പലരെയും. നീ പുറകിലായി പോയ ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. വേറെ ചിലരെ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറയുവാൻ കർത്താവിന്റെ ആത്മാവ് എന്നോട് പറയുന്നു. പുറകിലായി പോയി, പക്ഷെ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു. ഓവർടേക്ക് ചെയ്യുന്ന ഒരു അനോയിന്റിങ് കർത്താവ് പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തേ. ഞാൻ ഓവർടേക്ക് ചെയ്യും. അനീഷ് ആൻഡ് അമ്പിളി, സ്തോത്രം. ആമേ, സ്തോത്രം. പ്രാർത്ഥിച്ചോ. ഓവർടേക്ക് ചെയ്യുന്ന അനോയിന്റിങ് കർത്താവ് പകരുന്നു. ഡാനി, ആമേ, നീ പ്രാർത്ഥിച്ചോ. സ്തോത്രം. പെനിയേൽ എൻകൗണ്ടർ നിന്റെ മുമ്പിൽ സമയമായി എന്ന് കർത്താവിനോട് പറയുന്നു. പെനിയേൽ എൻകൗണ്ടറിന് സമയമായി എന്ന് കർത്താവിനോട് പറയുന്നു. നിന്നെ പാതി വഴിയിൽ നിന്റെ ആത്മീക അനുഭവത്തെ നിർത്താൻ കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവ് പറയുന്നത് നിന്റെ മുന്നിൽ വേണ്ട ഒരു സൂര്യൻ ഉദിക്കാൻ സമയമാകുന്നു. നിന്റെ പേര് പ്രസിദ്ധമാകുന്ന നിലയിൽ ഒരു സൂര്യൻ ദൈവം ഉദിപ്പിക്കാൻ സമയമാകുന്നു. ലോറബ ഷബാറ ഖദാബറ ധനപ്രഭാന റീബസിയൻതമ റബൽ കമന. പ്രാർത്ഥിച്ചാട്ടെ. ലോറബ സിയറ്ററബ ഷറ്ററബരഗ സിറ്ററബ റബരഗ. ജനൈറ്റ് സിസ്റ്റർ എൻ്റെ സുഹൃത്താണ് ആ കുടുംബം. ദൈവം ഈ വലിയ വിസ്ഡം നിങ്ങളുടെ കുടുംബത്തിനകത്ത് പകരുന്നു. ആമേ, നിങ്ങൾ ചെയ്ത ചിലത് മണ്ടത്തരങ്ങളായി പോയിട്ടുണ്ട്. ചിലരുടെ അടുത്ത് പറഞ്ഞ വാക്കുകൾ, ആമേൻ, അത് നിങ്ങൾക്ക് ദോഷമായി സംഭവിച്ചിട്ടുണ്ട്. മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മണ്ടത്തരങ്ങൾ
ചെയ്ത് ആയി പോയ അനുഭവങ്ങളുണ്ട്. പക്ഷേ കർത്താവ് കൃത്യമായ ദൈവത്തിന്റെ വിസ്ഡം നിങ്ങളുടെ മേൽ പകരുകയാണ്. കർത്താവ് നിങ്ങളുടെ കുടുംബത്തിന് മേൽ ദൈവത്തിന്റെ ജ്ഞാനം പകരുകയാണ്. ഒരു പെനിയേൽ എൻകൗണ്ടറും ഹല്ലേലൂയ അത് ദൈവമുഖം കാണുന്ന ചില അനുഭവങ്ങൾ, ദിവസങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് ദൈവമുഖം കാണുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് എൻകറേജ് ചെയ്യുന്നത് നിങ്ങളുടെ മേൽ ഒരു സൂര്യൻ ഉദിക്കാൻ സമയമാകുന്നു. ശുശ്രൂഷയുമായി ബന്ധത്തിൽ ഒരു സൂര്യൻ ഉദിക്കുവാനുള്ള സമയമായി നിൽക്കുന്നു. നിന്റെ വാഗ്ദത്തങ്ങൾ പാതി വഴിയിൽ നിന്നു പോകത്തില്ല. ആമേൻ. ആ ദേശത്തിന്റെ നന്മ അനുഭവിക്കുവാൻ മാത്രമല്ല ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്, നിന്റെ മേൽ ഉദിക്കുന്ന സൂര്യനെ ആ ദേശം കാണണം. ശരാതര പ്രഭാനിയത്തന പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി ചിലത് ചെയ്യേണ്ടത്, ചിലരെ കാണേണ്ടത്, ചിലരുമായി കണക്ട് ആകേണ്ടത് ദൈവം നിന്റെ മേൽ ചെയ്യുകയാണ്. ദിവസങ്ങളിൽ തുറക്കപ്പെടുക, പരിശുദ്ധാത്മാവിന്റെ ഡിവൈൻ കണക്ഷനുകൾക്ക് വേണ്ടി തുറക്കപ്പെടുക. മാനുഷികമായിട്ടുള്ളതെല്ലാം മാറ്റിവെച്ചിട്ട് ഹോളി സ്പിരിറ്റ് ചില ഡിവൈൻ കണക്ഷൻ, റിവൈവലുകളുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷനുകൾ ദൈവം കൊണ്ടുവരും. നീ ശ്രദ്ധിക്കാത്ത ഭാഷകളിലെ ശുശ്രൂഷകളെ ദൈവം ശ്രദ്ധിപ്പിക്കാൻ പോകുന്നു. നീ ശ്രദ്ധിക്കാത്ത ഭാഷകളിലെ ശുശ്രൂഷകളെ ദൈവം ശ്രദ്ധിപ്പിക്കാൻ പോകുന്നു. അങ്ങനെയുള്ള ചില ഇടങ്ങളിലേക്ക് ദൈവം എൻട്രി തരുന്നു. റബാന റബസരാധന റബ സിഖാറബറബ റോൽ ബെരെ ബെരെ ബെ ഷദാറ ധിരപ്രബേരിയാന്തന നമ ശഠററബറബ എന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വീകരിക്കുന്നവർ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ലോ റബ സഠററബറബ. ജെസ്സി ജോർജ് എന്ന് പറയുന്ന ഡിവൈസിനകത്ത്, ആ കുടുംബത്തിനകത്ത് ഒരു ഹാലേലൂയ ശബ്ദം ഉയരുന്ന ആമേൻ. നിന്റെ സകല പ്രതികൂലങ്ങളുടെയും നടുവിൽ യു വിൽ റൈസ് എ ഹാലേലൂയ. ഒരു ഹാലേലൂയയുടെയും ആരാധനയുടെയും ശബ്ദം ആ കുടുംബത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ സമയമാകുന്നു. നിന്റെ പകയ്ക്കുന്ന ശത്രുവിനും ആമേൻ, നിന്നെ പകയ്ക്കുന്ന ചതിയനും നിന്റെ കാൽ കീഴിലായി പോകും. നിന്റെ വീടിനകത്ത് നിന്ന് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം ഉയരട്ടെ എന്ന് കർത്താവിന്റെ ആത്മാവ് പറയുന്നു. ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നിന്റെ വീടിനകത്ത് നിന്ന് ഉയരട്ടെ. ആ ഘോഷം ഞാൻ കേൾക്കുന്നു, ആ ഘോഷം കേൾക്കുന്നു. ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം. എതിരായി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഹാലേലൂയ പാടുക. എതിരായി നിൽക്കുന്ന വാർത്തകളുടെ മധ്യേ നീ ഹാലേലൂയ പാടി ദൈവത്തെ സ്തുതിക്കുക. ദൈവം ചില തലമുറകളെ തൊടുന്നു. കർത്താവിന്റെ കരം വെളിപ്പെടുത്തുന്നു. ഹാലേലൂയ. പാതി വഴിയിൽ തീർന്നു പോകത്തില്ലെന്ന് പറയുവാൻ കർത്താവ് ഇതിൽ പലരോടും പറയുന്നു. ബേസിൽ കർത്താവിനോട് പറയുന്നു, നീ പാതി വഴി തീർന്നു പോകത്തില്ല മോനെ. നിന്നോട് പറഞ്ഞത് നിന്റെ കണ്ണുകൾ കാണും, നിന്നോട് വാഗ്ദത്തം ചെയ്തത് നിന്റെ കണ്ണുകൾ കാണും, നിന്റെ കാതുകൾ കേൾക്കും. നീ അത് അനുഭവിക്കും, നീ അതിൽ നടക്കും. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. ഈ ദിവസങ്ങളിൽ ഒരു പെനിയേൽ എൻകൗണ്ടർ ഒരുപക്ഷെ അവൻ എന്നെന്നും ഓർത്തിരിക്കുന്ന ചിലത് അതിന്റെ കൂടെ സംഭവിച്ചേക്കാം. പക്ഷേ നിന്റെ മേൽ സൂര്യൻ ഉദിക്കുന്ന ഒരു ദൈവപ്രവൃത്തി അതോട് കൂടെ വെളിപ്പെടുകയാണ്. ഞാൻ തിരുസാന്നിധ്യത്തിന്റെ ആമേൻ, ദൈവസാന്നിധ്യത്തിന്റെ ഒരു സുഖകരമല്ലാത്ത ഭാഗമാണ് പറഞ്ഞത്. പക്ഷെ ഇതൊരു എൻകൗണ്ടറാണ്. ഈ എൻകൗണ്ടറാണ് ഇതിൽ പലർക്കും പകരുന്നത്. ആമേൻ. ഞാൻ ഇതിൽ ഷക്കേന, കാബോദ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളിലോട്ട് കിടക്കണമെന്ന് ഓർത്ത, പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഈ വാക്ക് ഇതിനകത്ത് റിലീസ് ചെയ്യുവാനാണ് എൻ്റെ മേൽ കിടക്കുന്ന നിയോഗം. അതുകൊണ്ട് അതിനപ്പുറത്തോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയാം പ്രസംഗം ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഈ വാക്ക് കർത്താവ് എന്നോട് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒത്തിരി ഡിവൈസുകൾക്കകത്ത് ഇതിനുള്ള സമയം വന്നിരിക്കുന്നു. പാതി വഴിയിൽ നിങ്ങളുടെ യാത്രയെ കുറയ്ക്കാൻ, പുറകോട്ട് താഴോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ നടുവിൽ ഹല്ലേലൂയ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിക്കുന്ന ഒരു എൻകൗണ്ടറാണ് ഈ പെനിയേൽ എൻകൗണ്ടർ. ദൈവവുമായി ഫേസ് ടു ഫേസ് വരുന്ന എൻകൗണ്ടറാണ് പെനിയേൽ എൻകൗണ്ടർ. മോശ ഫേസ് ടു ഫേസ് വന്നിട്ട് പറയുകയാണ്, ഒന്നുകിൽ നീ എൻ്റെ പേര് മാച്ചു കളയണം, ഹല്ലേലൂയ, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ പോരണം. ഇനി നീ ഞങ്ങളുടെ കൂടെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ കൂടെ കൊന്നു കളഞ്ഞേരെ. അതാണ് മോശയുടെ ഉത്തരവ് എന്ന് പറയുന്നത്. അവിടാണ് ദൈവം പറയുന്നത്, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. എൻ്റെ സാന്നിധ്യം മാത്രമല്ല, എൻ്റെ മഹത്വം ഞാൻ നിന്നോട് കൂടെ പോരും. എൻ്റെ മഹത്വം കൂടെ നിന്നോട് കൂടെ പോരുകയാണ്, നിന്നെ കാണിക്കാൻ പോവുകയാണ്. നീ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അപ്പുറത്തുള്ള കാര്യങ്ങളായിരിക്കും കർത്താവ് ഈ പെനിയേൽ എൻകൗണ്ടറിലൂടെ കടന്നുപോയാൽ നിനക്ക് തരാൻ പോകുന്നത്. ഉൽപ്പത്തി 32 മുതലുള്ള വാക്യങ്ങൾ ഇതിനകത്ത് ഈ ശുശ്രൂഷ കഴിയുമ്പോൾ ചിലർ ആവർത്തിച്ചു വായിച്ചോണം. ചില കുടുംബങ്ങൾക്കകത്ത് ഇതതുപോലെ ഇറങ്ങി വരികയാണ്. ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിച്ചവൻ. യാക്കോബേ, നീ ദൈവത്തോടല്ലേ മല്ലിട്ട് ജയിച്ചോളൂ. പക്ഷെ ഇവിടെ ദൈവം നിന്നെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നീ ദൈവത്തോടും മല്ലിട്ട് ജയിച്ചാൽ പിന്നെ നീ ഒറ്റ മനുഷ്യനോടും നിനക്ക് പിന്നെ പോരാട്ടമില്ല. നീ സകലരുടെയും മുമ്പിൽ ജയിച്ചു കഴിഞ്ഞു. ഓ മൈ ഗുഡ്നസ്, ഹല്ലേലൂയ. ഏശാവിനോട് നീ മല്ലിട്ടിട്ടില്ലല്ലോ, നിന്റെ പ്രതികൂലത്തോട് നീ മല്ലിട്ടിട്ടില്ലല്ലോ, അതിനോട് നീ യുദ്ധം ചെയ്തിട്ടില്ലല്ലോ, അതിനെതിരെ നീ നിന്നിട്ടില്ലല്ലോ. നീ ദൈവത്തോട് മാത്രമല്ലേ മല്ലിട്ട് ജയിച്ചിട്ടുള്ളൂ.
അതെ, നീ ദൈവത്തോട് മല്ലിട്ട് ജയിച്ചാൽ അതെ നീ കാണാത്ത മണ്ഡലത്തിൽ ആമേൻ മനുഷ്യരോട് നിന്റെ ജയം വെളിപ്പെട്ടിരിക്കുന്നു. ഇതിനകത്ത് ചിലരുടെ മേൽ ഹല്ലേലൂയ ആമേൻ ഈ കഴിഞ്ഞ മണിക്കൂർ വരെ എതിർത്ത് നിന്ന അന്തരീക്ഷങ്ങൾ ആമേൻ അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ്. റബ 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 റബ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അത് കാണും. എതിർത്ത് നിന്ന വാർത്തകൾ, എതിർത്ത് നിന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ, എതിർത്ത് നിന്ന ശാരീരിക അവസ്ഥകൾ ചിലരുടെ മുമ്പിൽ താനെ ഇരുമ്പുവാതിൽ തുറന്നു എന്ന് പറയുന്നത് പോലെ നീ ദൈവവുമായിട്ടുള്ള കൂട്ടിമുട്ടലിന്റെ നടുവിൽ, പെനിയൽ എൻകൗണ്ടർ നടുവിൽ നീ യുദ്ധം ചെയ്തില്ലേലും മനുഷ്യനോടുള്ള യുദ്ധം ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തും. ഷറബറബ. കെട്ടിക്കിടക്കുന്നത് നിന്റെ മുമ്പിലേക്ക് ദൈവം തള്ളി പായിക്കുവാൻ പോകുന്നു. റബലബ. പുഷ്പ എന്ന് പറയുന്ന വീഡിയോ ഓണാക്കിയിരിക്കുന്ന സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരം തടഞ്ഞു ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെടുന്നു. തടഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് റിലീസാകുന്നു എന്ന് പറയുവാൻ കർത്താവിനോട് പറയുന്നു. തടഞ്ഞു വെച്ചിരിക്കുന്നത്, തടയപ്പെട്ടിരിക്കുന്നത്, എവിടെയോ ചിറകെട്ടി തടഞ്ഞു വെച്ചിരിക്കുന്നത് ആമേൻ അതൊന്ന് തുറന്നു വരാൻ, റിലീസാകുന്നതിന് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ കുടുംബത്തിന് മേൽ കർത്താവ് തടഞ്ഞു വെച്ചിരിക്കുന്നത് അസാധാരണമായി തുറക്കുന്നു. ഡാം പൊട്ടി ഒഴുകുന്നത് പോലെ തുറക്കുന്നു. നീ ദൈവവുമായിട്ട് ഉള്ള കൂട്ടിമുട്ടലിന്റെ നടുവിൽ മറ്റ് പല മേഖലകളിൽ നിന്നിലേക്ക് ഒരു ഒഴുക്ക് വ്യാപരിക്കുന്നു ആ കുടുംബത്തിലേക്ക് എന്ന് പറയുവാൻ കർത്താവിന്റെ ആത്മാവ് പറയുന്നു. ചില ദേശങ്ങളിൽ ദൈവപ്രവൃത്തികൾ ഡബിൾ ആകാൻ പോകുന്നു എന്ന് കർത്താവിനോട് പറയുന്നു. ഡബിൾ. ചില വാഗ്ദത്തങ്ങൾ ഡബിൾ ആകാൻ പോകുന്നു. ചില പ്രോഫസികൾ ഡബിൾ ആകുന്നു. പ്രോമിസുകൾ ഡബിൾ ആകുന്നു. റുബറക. ഒരു പെനിയൽ എൻകൗണ്ടർ ആണ് ദൈവം ഇതിനകത്ത് തുറക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ച് ഇതിനകത്തുള്ള എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇതിനകത്ത് ചിലർക്ക് റീസ്റ്റാർട്ടിങ്ങുകൾ ഉണ്ടാകുന്നു. ചിലരെ ഓവർടേക്ക് ചെയ്ത് ദൈവം ചിലരെ ആമേൻ 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 എണ്ണ പകരുന്നു. ആമേൻ ആമേൻ. ഓവർടേക്ക് ചെയ്ത് 11-ാം മണി നേരത്തെ ചിലരുടെ തലയിൽ എണ്ണ വന്ന് വീഴുന്നു. ആമേൻ. ഞാൻ ആദ്യം പറഞ്ഞതാണ് ദൂത്. ചിലർ ദൈവത്തോട് ആമേൻ വ്യത്യസ്തനാകുന്ന അനുഭവത്തിൽ ദൈവം ചിലരെ നിർത്തുന്നു. സുദർശനൻ. ഹല്ലേലൂയ. നീ അലയേണ്ടി വരത്തില്ല എന്ന് പറയുവാൻ കർത്താവിനോട് പറയുന്നു. അലച്ചിലുകൾക്ക് കർത്താവ് അറുതി വെക്കുന്നു. ഈ വാക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. നീ അലയേണ്ടി വരത്തില്ല. നിന്റെ അലച്ചിലുകൾക്ക് ആമേൻ കർത്താവിന്റെ ആത്മാവ് അറുതി വെച്ചിട്ട് ദൈവം കാര്യങ്ങളെ ഓർഡറിലാക്കുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷത്തിന്റെ വാർത്തകളും കാര്യങ്ങൾ ഓർഡറിലാകുന്നതും തടയപ്പെട്ടത് തുറന്നു വരുന്നതൊക്കെ കാണാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലെ യേശുവിന്റെ കരം ചലിക്കുന്നത് കൊണ്ട് സ്തോത്രം. ആ വാക്കിനെ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പെനിയേൽ എന്ന ആ വാക്ക് അതൊരു സാന്നിധ്യത്തിന്റെ എൻകൗണ്ടർ ആണല്ലോ. ഫേസ് ടു ഫേസ് ദൈവവുമായി വരുന്ന, മുഖാമുഖം ദൈവവുമായി വരുന്ന ഒരു എൻകൗണ്ടർ ആണല്ലോ. ആ എൻകൗണ്ടർ വന്നാൽ ആയുസ് മുഴുവൻ ഓർത്തിരിക്കുന്നത് ചിലതവിടെ സംഭവിക്കും. ഹല്ലേലൂയ. സൂര്യൻ ഉദിക്കും. എതിർത്ത് നിൽക്കുന്ന ശത്രു അനുകൂലമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ എൻകൗണ്ടർ സംഭവിച്ചാൽ അവൻ ഏത് ദേശത്താണോ നിന്റെ വാതിൽ അടഞ്ഞത് ആ ദേശത്ത് നിനക്ക് റീ എൻട്രി ഉണ്ടാകും. ഇവാഞ്ചലിസ്റ്റ് ഫെബിൻ, ദൈവം വാതിലടഞ്ഞ ചില ദേശത്ത് വീണ്ടും വാതിൽ തുറക്കുന്നു. വാതിൽ അടഞ്ഞ ചില ദേശത്ത് വീണ്ടും വാതിൽ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്നു കർത്താവെ, അനുഗ്രഹിക്കുന്നു. ഇതിനകത്ത് ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ലവ് നേഷൻസ് മിനിസ്ട്രീസിനെ അനുഗ്രഹിക്കുന്നു. ഈ മിനിസ്ട്രിയുടെ മേൽ ഒരു വലിയ ട്രസ്റ്റും ഒരു മാസ്റ്റർ അനോയിന്റിങ്ങും കർത്താവ് വെക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഒരു കമാൻഡിങ് പവറും പ്രൊമോഷനും കർത്താവ് വെക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പല മിനിസ്ട്രികൾ ഇതുമായി സഹകരിക്കാൻ പോകുന്നുണ്ട് സ്തോത്രം. വ്യക്തികളല്ല, പല മിനിസ്ട്രികൾ ഇതുമായി സഹകരിക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുകയാണ്. ഒരു വലിയ നെറ്റ്വർക്ക്
നെറ്റ്വർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. വലിയ നെറ്റ്വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതുപോലെയുള്ള ഒരു ഫേവർ ദൈവം തുറക്കുന്നു. വ്യക്തികളുമായിട്ടാണ് പലർക്കും ദൈവം ഫേവർ തുറക്കുന്നത്. പക്ഷേ ആൽബിൻ ബ്രദറെ, നിങ്ങളുടെ ഈ മൂവിന് സ്തോത്രം, ദൈവം മിനിസ്ട്രികളുമായിട്ടുള്ള ഫേവർ തുറക്കും. മിനിസ്ട്രികളുമായിട്ടുള്ള ഫേവർ ദൈവം തുറക്കും യേശുവിന്റെ നാമത്തിൽ. തുറക്കുന്നു. കർത്താവ് അത് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. വ്യക്തിപരമായും കുടുംബത്തിലും ഒരു പെനിയേൽ എൻകൗണ്ടർ ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നു. കർത്താവ് അത് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു, ശുശ്രൂഷയെ അനുഗ്രഹിക്കുന്നു, ജനത്തെ അനുഗ്രഹിക്കുന്നു, ദൈവകൃപയിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വം അങ്ങെടുക്കണം യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളോട് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിന് നന്ദി പറയുന്നു. താങ്ക് യു ആൽബിൻ ബ്രദർ. ഈ വാക്ക് റിലീസ് ചെയ്യുന്നു. പെനിയേൽ ഓവർ ഓൾ ഓഫ് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. താങ്ക് യു ജിബർ ബ്രദർ. താങ്ക് യു വെരി മച്ച്. ജിബർ ബ്രദർ ഇന്ന് പ്രസംഗിച്ച എല്ലാ കാര്യവും ഒരു പ്രൊഫറ്റിക് ആണ്. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ പേപ്പറിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. മൊത്തം യാക്കോബിനെ കുറിച്ച് ഉൽപ്പത്തി 27 മുതൽ 31 വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ എഴുതി വെച്ചിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് ഇതൊരു പ്രോഫറ്റിക് വേർഡാണ്. ഈ ഇന്ന് കൂടിയിരിക്കുന്ന ഓരോ ജനത്തോടും ദൈവം കൃത്യമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഞാൻ ജിബി ബ്രദറിന്റെ മേല് ഞാൻ ഉൽപ്പത്തി 30:43 ദ മാൻ ഇൻക്രീസ്ഡ് എക്സീഡിംഗ്ലി എന്നുള്ള വാക്ക് കാണുന്നത്. ഇൻക്രീസ്ഡ് എക്സീഡിംഗ്ലി ആത്മീയമായി, സാമ്പത്തികമായി ഈ നാളുകളിൽ വലിയൊരു മാറ്റം ദൈവം ഇവരിൽ നിന്നും തരാൻ പോവാണ്. അതുപോലെ തന്നെ റോബിൻ മാൾട്ടൻ ബ്രദറിനെ എനിക്ക് അറിയത്തില്ല, പക്ഷെ അതേപോലെ തന്നെ അതേ വാക്ക് തന്നെ ഇൻക്രീസ് എക്സീഡിംഗ്ലി. നിങ്ങൾ ദൈവം ഇതുവരെ നിങ്ങൾ ആ സമ്പാദിച്ചൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല, പക്ഷെ യാക്കോബിനെ പോലെ ഒരു പ്രോമിസ് മാത്രം നിങ്ങളുടെ കയ്യിലുള്ളതായിരിക്കാം. പക്ഷെ ആ ഒരു പ്രോമിസ് മാത്രം മതി നിങ്ങൾ മഹാസമ്പന്നായിട്ട് ആത്മീയമായി, സാമ്പത്തികമായി ദൈവം നിങ്ങളെ മറന്നിട്ടില്ല എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ പറയുകയാണ്. യാക്കോബ് പറയുന്ന ഒരു വാക്കുണ്ട് ലാബാനോട്, എന്റെ പിതാവിന്റെ ദൈവമായ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ഭയമായവൻ എനിക്കില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എന്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നം കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. നിങ്ങളുടെ കഷ്ടതയും നിങ്ങളുടെ കൈകളുടെ പ്രയത്നവും ദൈവം കണ്ടിട്ടുണ്ട്. നിങ്ങൾ വലിയ സാമ്പത്തികമായ അനുഗ്രഹത്തിലേക്കാണ് ഈ വഴി നാളുകളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. നമ്മളെ അടുത്ത ദിവസം എല്ലാം നമുക്ക് ശുശ്രൂഷിക്കുന്നത് ബ്ലസ്സൻ പാസ്റ്റർ ആണ്, നമ്മുടെ പീജിയങ്ങളുടെ മകൻ. വലിയ സാമ്പത്തികമായി അദ്ദേഹത്തിന്റെ മേലുള്ള അനോയിന്റിംഗ്, വലിയ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനുള്ള അനോയിന്റിംഗ്, വലിയ അനോയിന്റിംഗ് ക്യാരി ചെയ്യുന്ന ദൈവ മനുഷ്യനാണ്. നിങ്ങൾ എല്ലാവരും നേരത്തെ തന്നെ കടന്നു വരാൻ ഞാൻ ഓർമ്മപ്പെടുത്താണ്. അതുപോലെ തന്നെ ലിയയുടെ മേല് ഞാൻ കാണുന്നു, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ഒരു എഡ്യൂക്കേഷൻ കാര്യങ്ങളിൽ ലിയയുടെ മേലെ ഒരു വലിയ അത്ഭുതം ദൈവം പ്രവർത്തിക്കും. ലിയ വിവാഹം കഴിക്കുന്നത് തന്നെ ഒരു വലിയ സമ്പന്നനായ ഒരു വ്യക്തിയായിരിക്കും. ദൈവം സംസാരിച്ച ഒരു വിഷയമാണ്. ഒരു എക്സീഡിംഗ് റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഈ ആത്മീയമായി, സാമ്പത്തികമായി എക്സീഡിംഗ് റിച്ച് ആയിട്ടൊരു വ്യക്തിയെ തന്നെ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരുടെ മേലും ദേവദാസൻ പ്രവചിച്ച പോലെ തന്നെ ആ പിരിയൽ ഒരു എൻകൗണ്ടർ ഉണ്ടാവട്ടെ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഹെവൻലി പോർട്ടൽ തുറക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടതാണ്. അതേ പ്രസംഗം തന്നെയാണ് ദൈവദാസൻ പ്രസംഗിച്ചത്. ഒരു കൃത്യമായൊരു പ്രോഫറ്റിക് വേർഡാണ്. നമ്മളെല്ലാവരും ഏറ്റെടുക്കുമെങ്കിൽ ഈ നാളുകൾ ശക്തമായിട്ട് നമ്മൾ ഓരോരുത്തരും ദൈവം അതുപോലെ തന്നെ ഉപയോഗിക്കാൻ ഇടവരട്ടെ. ഞാൻ കൂടുതൽ ദൂരത്തിക്കുന്നില്ല. നമുക്ക് സുനിൽ ബ്രദറെ നമുക്കിന്ന് പ്രാർത്ഥിക്കാമോ? സുനിൽ ബ്രദർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഹലോ, സുനിൽ ബ്രദർ കേൾക്കണ്ടോ? ഹലോ, ഹലോ, ഫെമി പാസ്റ്റർ പ്രാർത്ഥിക്കാമോ? ഒരു മിനിറ്റ്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ.
കർത്താവെ ഞങ്ങളുടെ ദാസൻ ഞങ്ങളുടെ അങ്ങേ ശരണപ്പെട്ടുകൊണ്ട് അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ ഇപ്രകാരം ഒരു ക്രമീകരിക്കുവാൻ സർവശക്തനായ ദൈവം അവിടുന്ന് സഹായിച്ചല്ലോ. കർത്താവെ രണ്ടാമത്തെ ഈ മീറ്റിംഗ് എത്രത്തോളം അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവം അവിടുന്ന് സഹായിച്ച ദൈവത്തിന്റെ വിധങ്ങൾക്കാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ ആമീൻ. കർത്താവെ ദൈവവചനത്തിൽ നിന്ന് അങ്ങയുടെ ദാസനിൽ കൂടെ അതിശക്തമേറിയ ദൈവിക ആലോചനകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് നൽകി തരുവാനിടയായി തീർന്നു. കർത്താവെ അനേകരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നതും അനേകർക്ക് ഉത്സാഹം വരുത്തുന്നതും ആത്മീക വർധന വരുത്തുന്നതുമായ കർത്താവെ ദൈവത്തിന്റെ വചനം, ദൈവശബ്ദം എന്ന് ഞങ്ങൾ കേൾപ്പിച്ചതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ആ കേട്ട ദൈവത്തിന്റെ വചനങ്ങളെ ഒരിക്കലും തള്ളിക്കളയാതെ കർത്താവെ ഹല്ലേലൂയ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് കർത്താവെ ആ വചനപ്രകാരം ആ വചനത്തിനനുസരിച്ച് കീഴ്പ്പെട്ട് കർത്താവെ ഹല്ലേലൂയ അവൻ ആ വചനത്തിൽ വച്ചിരിക്കുന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ പോകണം. സ്വർഗത്തിലെ ദൈവത്തോട് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.